നമസ്കാരം. ഒരു നിമിഷത്തെ ലഹരിക്കായി നമ്മൾ വില കൊടുക്കുന്നത് സ്വന്തം ജീവിതമാണ്. ശ്വാസമെടുക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ജീവിതത്തെ പ്രണയിക്കണം. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനവും ഒപ്പം വേൾഡ് സ്മൈൽ ഡേയുമാണ്. നമ്മൾ ഊതിവിടുന്ന പുകച്ചുരുളുകളിലും ചവച്ചരയ്ക്കുന്ന പുകയില ഉൽപ്പന്നങ്ങളിലും കരിഞ്ഞു പോകുന്നത് സ്വന്തം ആയുസ് മാത്രമല്ല, നമ്മളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുഖത്തെ ആ പുഞ്ചിരി കൂടിയാണ്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് തിരിച്ചറിഞ്ഞ് പുകവലിയും പാൻ മസാലകളും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. പ്രത്യേകിച്ച് ഈ സിഗരറ്റുകളും വാപ്പിങ്ങും പോലുള്ള പുതിയ രൂപങ്ങളിൽ നമ്മുടെ യുവതലമുറയെ തേടിയെത്തുന്ന പുത്തൻ ചതിക്കുഴികളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. വിഷപ്പുക തുപ്പുന്ന ലഹരിയോട് നോ പറഞ്ഞ് നമ്മുടെയും പ്രിയപ്പെട്ടവരുടെയും മുഖത്ത് നമുക്ക് പുഞ്ചിരി കാത്തു സൂക്ഷിക്കാം. ഇന്നും നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ്. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കാലവർഷം അടുത്തിരിക്കെ കിടപ്പാടം കടലെടുക്കുമെന്ന ഭീതിയിൽ എറണാകുളം കണ്ണമാലിയിലെ തീരദേശവാസികൾ. താൽക്കാലിക സംരക്ഷണത്തിനുള്ള മണ്ണ് നിറച്ച ചാക്കുകൾ നശിച്ചതോടെ ജനങ്ങൾ ആശങ്കയിൽ. ഇടുക്കി പീരുമേട് തേയിലത്തോട്ടം മേഖലയിലെ തൊഴിലാളികളും ദുരിതത്തിൽ. താമസിക്കുന്നത് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ലയങ്ങളിൽ. പകർച്ചവ്യാധി ഭീതി വിട്ടൊഴിയാതെ ആലപ്പുഴ. 4 ദിവസത്തിനിടെ ജില്ലയിൽ വയറിളക്കം പിടിപെട്ടത് 505 പേർക്ക്. 100ഓളം പേർ നിരീക്ഷണത്തിൽ. മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണം 4ആയി. ആറാട്ടുപുഴയിൽ ഷിഗല്ല രോഗവും സ്ഥിരീകരിച്ചു. പ്രദേശത്തെ സ്കൂളുകളും അങ്കണവാടികളും തുറക്കുന്നത് 15 ദിവസത്തേക്ക് കൂടി നീട്ടി. മാസപ്പടി കേസിൽ ഇഡിക്കും CMRLനും നാളെ നിർണായകം. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന CMRL ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. ശക്തമായി നേരിടാൻ ഇഡി. തെളിവുകൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കും. കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹം തേടി ഭക്തജന പ്രവാഹം. IPLൽ ഇന്ന് കിരീട പോരാട്ടം. ഫൈനലിൽ മാറ്റുരയ്ക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സും ഗുജറാത്ത് ടൈറ്റൻസും. മത്സരം രാത്രി 7:30 മുതൽ അഹമ്മദാബാദിൽ. യുവേഫ ചാമ്പ്യൻസ് കിരീടം നിലനിർത്തി PSG. ഫൈനലിൽ ആഴ്സണലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചത് 4-3. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, കഴിഞ്ഞ ദിവസമൊക്കെ അതിശക്തമായ മഴയാണ് പലയിടത്തും ഉണ്ടായത്, ഇടിമിന്നലോട് കൂടിയ മഴ. ഇന്ന് എങ്ങനെയൊക്കെയാണ് മുന്നറിയിപ്പുകൾ? ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. പരക്കെ മഴയുണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 6 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നഗരത്തിൽ നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വെള്ളക്കെട്ടടക്കം രൂപപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മഴ തന്നെ, അത്തരത്തിലുള്ള ഒരു മഴ തന്നെ തുടരാനുള്ള സാഹചര്യമാണ് സംസ്ഥാനത്തൊട്ടാകെ ഉള്ളത്. 55 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ഒപ്പം തന്നെയാണ് കേരള തീരത്തും മത്സ്യബന്ധനത്തിന് ഇന്നും വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം. അറബിക്കടലിലും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലും ചക്രവാത ചുഴി രൂപപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ 4 ദിവസത്തിനുള്ളിൽ തന്നെ കാലവർഷം സംസ്ഥാനത്തേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കാലവർഷം കന്യാകുമാരി കടൽ തീരം വരെ എത്തിയതായാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തൊട്ടാകെ ഉണ്ട് എന്നാണ്. അത് കാലവർഷം എത്തുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ മഴ ശക്തമായി തന്നെ തുടരുന്നത് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. കാറ്റ് വീശുന്നതിനും സാധ്യതയുള്ളതിനാൽ തന്നെ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ആ ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്ന നിർദ്ദേശം കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. ഇന്നലെ തുടർന്നതുപോലെയുള്ള ശക്തമായ മഴ പരക്കെ സംസ്ഥാനത്താകെ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. 6 ജില്ലകളിലെ യെല്ലോ അലർട്ട് തുടരുന്നുമുണ്ട്. ഇന്നലെ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് യെല്ലോ അലർട്ട് മാറി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ശക്തമായ മഴ തന്നെയായിരിക്കും ഇന്നും തുടരുക എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പിൽ പറയുന്നുണ്ട്.
ശരി, എന്തായാലും മഴ ഇന്നും ശക്തമായി തന്നെ തുടരും. ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം അതിശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലും കൂടിയുണ്ട്. അതുകൊണ്ട് ആളുകൾ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിക്കുക. രജിത്താണ് വിവരങ്ങൾ നൽകിയത്. കാലവർഷം പടിവാതിക്കൽ എത്തി നിൽക്കെ വലിയ ആശങ്കയിലാണ് എറണാകുളം ജില്ലയിലെ തീരദേശവാസികൾ. കിടപ്പാടം ഉൾപ്പെടെ കടലെടുക്കുമെന്ന ഭീതിയിലാണ് കണ്ണമാലിയിൽ ഉൾപ്പെടെയുള്ളവർ കഴിയുന്നത്. താൽക്കാലിക സംരക്ഷണം എന്ന നിലയിൽ സർക്കാർ നിരത്തിയ മണ്ണ് നിറച്ച ചാക്കുകൾ ഇതിനോടകം നശിച്ചു കഴിഞ്ഞു. നമുക്ക് എങ്ങോട്ടും പോകാനൊരിടവില്ല. പിന്നെ ഇവിടുന്ന് എങ്ങോട്ട് പോകാനും നമ്മൾ പേരയാണെങ്കിലും നല്ല പഴക്കമുള്ള പേരയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് വീഴുവാ ഇല്ല എന്നുള്ളൊരു പേടിയാണ്. ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഭീതിയും ആശങ്കയുമായാണ് ഈ തിരമാലകൾ തീരദേശവാസികളുടെ വീടുകൾക്ക് സമീപത്തേക്ക് ഇരച്ചു കയറുന്നത്. കാലങ്ങളായി താൽക്കാലിക പരിഹാരം മാത്രമാണ് സർക്കാരുകൾ ഇവർക്ക് വേണ്ടി ചെയ്യുന്നത്. കണ്ണമാലി, ചെറിയ കടവ് പ്രദേശങ്ങളിലാണ് കടലാക്രമണ ഭീതി രൂക്ഷമായി നിലനിൽക്കുന്നത്. മണൽ നിറച്ച ജിയോ ബാഗുകൾ നിരത്തിയിരുന്നെങ്കിലും കനത്ത വേനൽ ചൂടിൽ അവ പൊട്ടിപ്പൊളിഞ്ഞു. പകരം സംവിധാനത്തിനായി ചെളി കലർന്ന മണ്ണ് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അടുത്ത ദിവസം തന്നെ കടൽ കയറി തുടങ്ങും. അതുകൊണ്ട് എത്രയും വേഗത്തിൽ പുതിയ ബാഗുകൾ സ്ഥാപിക്കേണ്ടി വരും. നടപടി വേഗത്തിലായില്ലെങ്കിൽ വീടുകളിലേക്ക് ചെളിവെള്ളവും എത്തും. ഓരോ മഴക്കാലവും ദുരിതപൂർണമാണെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് കണ്ണമാലി നിവാസികൾ. കടൽ കയറ്റം കഴിഞ്ഞാൽ ഇത്രയും ഭാഗം ഞങ്ങൾ മുങ്ങിപ്പോയി. ഇവിടെ മാത്രമല്ല, കണ്ണമാലി കിഴക്കേ സ്കൂൾ വരെ, കണ്ണമാലി പള്ളി സ്കൂൾ വരെ മുങ്ങിപ്പോയി. ഇവിടെ നിന്ന് ഇവിടെ എന്ന് പറഞ്ഞത് ഈ പടിഞ്ഞാറ് വശമൊന്നും ഇല്ലാതെ എൻ്റെ പേര് ഇടിയാണ്. മഴയും കടലും ശക്തമാകും. കടലിളകണമല്ല, കടലിളകിയാൽ അത് എല്ലാ വർഷവും ഉള്ളതാണ്. കടലിന് ഇളക്കം ഉണ്ടാകാം, അത് ഇളകും. ആ സമയത്താണ് വരുന്നത്. അവിടെ ഒന്നുമില്ല പടിഞ്ഞാറ് വേഗം ഉറഞ്ഞു പോയിരിക്കണതാണ്. ഒരു ജനൽപ്പൊക്കം വെള്ളം മിനിമം കയറും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കടലേറ്റത്തിന് ഒരു 5 വീടോളം ഇവിടെ നഷ്ടപ്പെട്ടു. അവർക്ക് ഇതുവരെ ഒരു ഇതും കിട്ടിയിട്ടില്ല എന്നാണ്. നമുക്ക് എന്തോ നിസ്സാര ധനസഹായം എന്തോ കിട്ടിയിട്ടുണ്ട്. കുറച്ച് മണ്ണ് ചാക്കിൽ നിർത്തിയാലും കടൽ വെള്ളത്തിൻ്റെ ആ ഒരു ഫോഴ്സിൽ വരുമ്പോഴത്തേക്കും ഇത് താങ്ങി നിൽക്കാനായിട്ടുള്ള ഇതുണ്ടാവത്തില്ല. ഒരു 2-3 ദിവസം ആകുമ്പോഴത്തേക്കും അതെല്ലാം ഇടിഞ്ഞ് താഴ്ത്ത് വീഴുക. പിന്നെ കയറി കഴിഞ്ഞാൽ പിന്നെ അതൊരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഒരു ജൂലൈ തീരുന്നവരെ എന്തായാലും ഉണ്ടാവും. മിക്ക ദിവസങ്ങളിലും ഇത് തന്നെ ആയിരിക്കും. ന്യൂനമർദ്ദം, കാറ്റ്, ഒഴുക്കിന്റെ ദിശ എന്നിവയ്ക്കനുസരിച്ചായിരിക്കും കടൽക്ഷോഭത്തിന്റെ ശക്തി വ്യക്തമാകുക. കൊച്ചിൻ പോർട്ട് കുഴിച്ചെടുത്ത മണ്ണ് തീരക്കടലിൽ നിക്ഷേപിച്ചാൽ ഒരു പരിധിവരെ കടലാക്രമണം തടയാനാകും. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. കടലാക്രമണം രൂക്ഷമാകുമ്പോൾ 3 മാസം വരെ വാടക വീടുകളിലേക്ക് മാറുകയാണ് തീരദേശവാസികൾ ഇപ്പോൾ ചെയ്യുന്നത്. പലരും സ്ഥലവും വീടും വിറ്റ് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി. കഴിഞ്ഞ കടലാക്രമണത്തിൽ വീട് നഷ്ടമായവർ വീണ്ടും പുതിയവ നിർമ്മിച്ചു തുടങ്ങുകയാണ്. ഏതായാലും ആശങ്കകൾക്ക് അറുതിയില്ലാത്ത മേഖലയായി തീരദേശം മാറിത്തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ഇപ്പോഴും പരിഹാരം അകലെയാണ്. അമൃത ന്യൂസ്, കൊച്ചി. മഴക്കാലം എത്തിയതോടെ ദുരിതത്തിലാണ് ഇടുക്കി പീരുമേട് തേയിലത്തോട്ടം മേഖലയിലെ തൊഴിലാളികൾ. ഏത് നിമിഷവും തകർന്നു വീഴാറായ ലയങ്ങളിലാണ് തൊഴിലാളികൾ കഴിയുന്നത്. 20 വർഷം മുമ്പ് അടച്ച ബോണാമി തോട്ടത്തിലെ ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പോലും സമീപകാലത്തൊന്നും നടന്നിട്ടില്ല. പീരുമേട് ബോണാമിയിലെ MMJ പ്ലാന്റേഷന്റെ തേയിലത്തോട്ടം 20 വർഷം മുമ്പാണ് ഈ തോട്ടം അടച്ചത്. തൊഴിലാളികളുടെ ദുരിത ജീവിതത്തിനും 2 പതിറ്റാണ്ടിന്റെ പഴക്കം. ഇടിഞ്ഞു വീഴാറായ ലയങ്ങൾ മഴ പെയ്താൽ ഇവ ചോർന്നൊലിക്കും. കാലവർഷത്തിന് മുന്നോടിയായി മേൽക്കൂരയിൽ പ്ലാസ്റ്റിക് പടുത വലിച്ചു കെട്ടുകയാണ് പലരും. ഇടിഞ്ഞു വീഴാറായ കൂരകൾക്ക് കീഴിൽ ജീവൻ പണയം വെച്ചാണ് ഇവരുടെ ജീവിതം. വർഷകാലത്തിൽ വന്ന 3 മാസം ഞങ്ങൾ ജീവനെ കൈ കൊണ്ടാണ് നടക്കുന്നത്. അകത്ത് കിടക്കാനും പറ്റിയല്ല. ഏത് സമയം കാറ്റും മഴയും ഇടിയും വന്നാലും ഞങ്ങൾ എഴുന്നേറ്റ് ഇരുന്ന് ദൈവത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രാത്രി ഉറക്കമില്ല. മഴ വന്നാൽ രാത്രി ഉറക്കമില്ല. ഉറങ്ങാൻ പറ്റിയല്ല. അവിടെ ഇരുന്ന് ഉറങ്ങാൻ പറ്റിയല്ല. കാറ്റ് അതുപോലെ വരുന്നുണ്ട്. ഇടിഞ്ഞു വീണ ഭിത്തികൾക്കിടയിലൂടെ ഇഴജന്തുക്കൾ ലയത്തിനുള്ളിലെത്തും. വീടിനേക്കാൾ സുരക്ഷിതത്വം പുറത്താണ്. ഒരു രാഷ്ട്രീയക്കാരൊന്നും നോക്കുന്നില്ല, ഒരു ഗവൺമെൻറ് അന്വേഷിക്കുന്നില്ല, ഒരു കമ്പനിക്കാർ അന്വേഷിക്കുന്നില്ല. പിന്നെ പണിയില്ലാതെ പട്ടിണിയുമാണ്. ചില സമയത്തിൽ പട്ടിണിയുമാണ്. ചില സമയങ്ങളിൽ പിള്ളേർ ഞങ്ങളൊക്കെ പട്ടിണി കിടക്കുന്നുണ്ട്. റേഷന് ക്ലിയറായിട്ടുള്ള റേഷനും കിട്ടുന്നില്ല. റേഷന് വന്നിട്ട് അവർ തരുന്നത് ഞങ്ങൾക്ക് തികയത്തില്ല. അതും മണ്ണും കുപ്പയും കുളയുമുള്ള റേഷനാണ് കൊണ്ട് തരുന്നത്. അതുകൊണ്ട് തികയുന്നില്ല. പഞ്ചസാര കിട്ടുന്നില്ല. അപ്പം ഞങ്ങളുടെ സ്ഥിതി വന്നിട്ട് ഈ എസ്റ്റേറ്റിലെ സ്ഥിതി വന്നിട്ട് വളരെ മോശമാണ്. സർക്കാരും തോട്ടം മാനേജ്മെന്റും ഇവരെ തിരിഞ്ഞു നോക്കാറില്ല. എല്ലാ മഴക്കാലത്തും ലയങ്ങൾ ഇടിഞ്ഞു വീണുള്ള ദുരന്തങ്ങൾ പീരുമേട്ടിൽ പതിവാണ്. എന്നാൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ആരും സ്വീകരിക്കാറില്ല. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.
പകർച്ചവ്യാധി ഭീതി വിട്ടൊഴിയാതെ ആലപ്പുഴ. 4 ദിവസത്തിനിടെ ജില്ലയിൽ വയറിളക്കം പിടിപെട്ടത് 505 പേർക്കാണ്. 100ഓളം പേർ നിരീക്ഷണത്തിലാണ്. ഇതിനിടെ ആറാട്ടുപുഴയിൽ ഷിഗല്ല രോഗവും സ്ഥിരീകരിച്ചു. പ്രദേശത്തെ സ്കൂളുകളും അങ്കണവാടികളും തുറക്കുന്നത് 15 ദിവസത്തേക്ക് നീട്ടിയിട്ടുണ്ട്. മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണം ജില്ലയിൽ 4 ആയി. മഴ കനക്കും മുൻപ് തന്നെ ജില്ലയിൽ പകർച്ചവ്യാധികൾ ഭീതി പരത്തുകയാണ്. ചേർത്തലയിൽ ജപ്പാൻ ജ്വരവും ജില്ലയിലെ വിവിധയിടങ്ങളിൽ അമീബിക് മസ്തിഷ്ക ജ്വരവും പടർന്നു പിടിച്ചതിന് പിന്നാലെയാണ് ആറാട്ടുപുഴ പഞ്ചായത്തിൽ ആശങ്കയായി ഷിഗല്ല രോഗവും ഭീതി പടർത്തുന്നത്. നിരവധി കുട്ടികൾക്ക് പ്രദേശത്ത് വയറിളക്കം പിടിപെട്ടിരുന്നു. പലരിലും മാരകമായ ബാക്ടീരിയൽ അണുബാധയായ ഷിഗല്ല രോഗലക്ഷണവും കണ്ടെത്തി. ചികിത്സ തേടിയ 5 പേരിൽ 4 കുട്ടികൾക്ക് ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചു. പഞ്ചായത്തിലെ 3 വാർഡുകളിലാണ് രോഗവ്യാപനമുണ്ടായത്. ഇവിടങ്ങളിലായി 100ഓളം പേർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ഇവരിലേറെയും കുട്ടികളാണ്. ഇതോടെയാണ് പ്രതിരോധത്തിന്റെ ഭാഗമായി സ്കൂൾ തുറക്കുന്നത് നീട്ടാൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ശുപാർശ ചെയ്തത്. നമ്മൾ ഹെൽത്തുമായി ചേർന്ന് മുഴുവൻ വീടുകളിലും നമ്മൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തി, അനൗൺസ്മെൻറ്റ് നടത്തി. നമ്മൾ ക്ലോറിൻ ടാബ്ലറ്റ് വിതരണം ചെയ്തു, ORS വിതരണം ചെയ്തു. അങ്ങനെ വളരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആറാട്ടുപുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. രോഗം കൂടുതൽ പടർന്നു പിടിക്കുന്നതിന് മുൻപ് പ്രതിരോധം തീർക്കാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി. അതേസമയം ജില്ലയിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണം 4 ആയി. ശക്തമായ പനി, വയറുകടി, വയറുവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയ രോഗലക്ഷണമുള്ളവരെ ആരോഗ്യപ്രവർത്തകർ നിരീക്ഷണത്തിലാക്കുന്നുണ്ട്. രോഗം സ്ഥിരീകരിച്ചവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് അവർ ആശുപത്രി വിട്ടുവെങ്കിലും നിരീക്ഷണം തുടരുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ജില്ലാ ഭരണകൂടം വരുത്തുന്ന വീഴ്ച ജില്ലയിൽ കൂടുതൽ പ്രതിസന്ധികൾക്ക് വഴിതെളിക്കുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. വനഭൂമിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനൊപ്പം മനുഷ്യജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി മനുഷ്യ സംഘർഷം സംബന്ധിച്ച് ആധികാരിക പഠനങ്ങൾ ആവശ്യമാണെന്നും നിലവിലുള്ളത് എസ്റ്റിമേറ്റ് കണക്കുകൾ മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലം വന്യജീവി ആക്രമണങ്ങളിൽ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വന്യജീവി ആക്രമണത്തിൽ ഒരാഴ്ചക്കിടയിൽ 3ാമത്തെ മരണമാണ് സംഭവിച്ചത്. ഇതിൽ പ്രഥമ ഉത്തരവാദിത്തം വനം വകുപ്പിന് തന്നെയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. സോളാർ ഫെൻസിംഗ് ഉള്ള ഇടങ്ങളിൽ പോലും വന്യജീവികൾ അത് തകർത്തുകൊണ്ട് പുറത്തേക്ക് വരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല. കാട്ടാനയുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ വാട്സാപ്പ് വഴി മുന്നറിയിപ്പ് സന്ദേശം എത്തിക്കാറുണ്ടെങ്കിലും അതൊരു പരിഹാരമാർഗമല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പല സ്ഥലത്തും സോളാർ ഫെൻസ് വോൾട്ടേജ് ഇല്ലാതെ കിടക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ 5 ദിവസത്തിൽ കൂടുതലായിട്ട് ആനയുടെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. വാട്സാപ്പ് വഴി ഇതെല്ലാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നുണ്ട്. അതായത് 5 ദിവസമായിട്ട് സാന്നിധ്യമുണ്ടായിട്ട് നമുക്കൊരു അപകടം ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഗൗരവത്തിൽ തന്നെ കാണുന്നു. വന്യജീവി മനുഷ്യ സംഘർഷം തുടരുമ്പോൾ വനം വകുപ്പിന് ലഭിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ പര്യാപ്തമല്ല എന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ആധുനിക രീതിയിൽ കൂടുതൽ ഫലപ്രദമായ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കണമെങ്കിൽ 1 കിലോമീറ്റർ പരിധിയിൽ 1 കോടിയിലധികം രൂപ ചിലവാണ്. കേരളത്തിൽ വനഭൂമി കുറയുന്നു എന്ന തരത്തിൽ ബോധപൂർവമായ വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നത്. ദേശീയ ശരാശരിയിൽ വനഭൂമി 20% മാത്രമുള്ളപ്പോൾ 29.6% വനഭൂമി കേരളത്തിലുണ്ട്. ഗ്രീൻ കവറേജും പ്ലാന്റേഷനുകളും ചേരുമ്പോൾ ഇത് ഫോറസ്റ്റ് കവർ എന്ന നിലയിൽ 54%. വനഭൂമിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം വന്യജീവികൾ ഉള്ളതിനാൽ വന്യജീവികളുടെ എണ്ണത്തിലും ആധികാരികമായ കണക്കുകൾ പുറത്തുവരേണ്ടതുണ്ട്. മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ കടുവയാണെങ്കിൽ അന്നേരം മാനീറ്ററായിട്ട് ഡിക്ലെയർ ചെയ്ത് അതിനാവശ്യമുള്ള കൊല്ലണമെങ്കിൽ കൊല്ലുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യാനുള്ളത്. എൻ്റെ ക്യാരിങ് കപ്പാസിറ്റി കിട്ടി ശാസ്ത്രീയമായി കേന്ദ്ര ഗവൺമെൻറ് തന്നെ വെക്കുന്ന സമിതി പഠിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ലൊക്കേഷൻ അടക്കം ഈ ഇവിടെ എണ്ണം കൂടുതലുള്ളതിനെക്കുറിച്ച് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ വയനാട്ടിലെയും ആറളത്തെയും പ്രശ്നങ്ങളിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ വന്യജീവി മനുഷ്യ സംഘർഷത്തിൽ 100 ദിന കർമ്മ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. മാസപ്പടി കേസിൽ ഇഡിക്കും CMRLനും നാളെ നിർണായകമാണ്. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന CMRL ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. ശക്തമായി നേരിടാനാണ് ഇഡി തയ്യാറെടുക്കുന്നത്. തെളിവുകൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കും. അഡ്വക്കേറ്റ് രാജേഷ് ഉണ്ട് വിവരങ്ങളുമായി. രാജേഷ്, എല്ലാ തെളിവുകളും നിരത്തി ശക്തമായി നേരിടാനാണ് ഇഡി ഒരുങ്ങുന്നത്. ഒപ്പം ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഒരു അനുകൂല ഉത്തരവ് നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് CMRL. എന്തൊക്കെയാണ് വിവരങ്ങൾ?
വളരെ നിർണായകമായ ഒരു അപ്പീൽ ഹർജിയുമായാണ്, അതായത് CMRL ഉദ്യോഗസ്ഥർക്കും CMRLനും വീണ വിജയനും എല്ലാം നിർണായകമായ ഒരു അപ്പീലാണ് ഇപ്പോൾ നാളെ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നത്. പ്രധാനമായും CMRL ഈ അപ്പീലിൽ പറയുന്നത് അവരുടെ അത് ആദ്യം തന്നെ ആരോപിച്ചിരുന്ന കാര്യം തന്നെയാണ്, ഇരട്ട അന്വേഷണം പാടില്ല. SFIയുടെ അന്വേഷണം നടന്നു കഴിഞ്ഞതാണ്, അതിന് പുറമെ ഒരു EDക്ക് അന്വേഷിക്കാനുള്ള അധികാരമില്ല എന്ന് തന്നെയാണ് CMRL ഇവിടെയും വാദിക്കുന്നത്. മറ്റൊരു കാര്യം, SFIയുടെ കണ്ടെത്തൽ എന്നുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ വന്നതിന് ശേഷം അതിന് മറുപടി നൽകാൻ CMRLന് അവസരം നൽകിയില്ല. അതിനു മുൻപ് തന്നെ ഈ ഹർജി 2 വർഷമായിട്ട് CMRL അന്വേഷണം തടഞ്ഞ് സ്റ്റേ മേടിച്ചിട്ടിരുന്ന ഹർജി പെട്ടെന്ന് തന്നെ ഹൈക്കോടതി തീർപ്പാക്കി എന്ന ഒരു ആരോപണം സിംഗിൾ ബെഞ്ചിനെതിരെ ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ചിന്റെ വീഴ്ചയായിട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ അപ്പീൽ നൽകിയിട്ടുള്ളത്. അപ്പീൽ നാളെ പരിഗണിക്കുമ്പോൾ EDയുടെ ഭാഗം തീർച്ചയായും EDക്ക് നോട്ടീസ് അയച്ച് EDയുടെ ഭാഗം വിശദമായ റിപ്പോർട്ട് എല്ലാം കേൾക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി EDയുടെ ഭാഗം കേൾക്കും. ED ഇപ്പോൾ ഈ റെയ്ഡ് നടത്തി കണ്ടെത്തിയത് ഉൾപ്പെടെ, അത് ഇതിനു മുൻപ് EDക്ക് ലഭിച്ച വിവരങ്ങളും അതിനുശേഷം ഈ റെയ്ഡിൽ നിന്നും കിട്ടിയ വിവരങ്ങളും കൂടി ചേർത്ത് ഇത്രയും സീരിയസ് ആയ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് കോടതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട EDയുടെ ഉത്തരവാദിത്തമാണ്. ED അത് മുദ്രവെച്ച കവറിൽ കിട്ടിയ തെളിവുകൾ സഹിതം ഹാജരാക്കിക്കൊണ്ടായിരിക്കും ഹൈക്കോടതിയിൽ ഈ CMRLന്റെ അപ്പീൽ ഹർജിയെ എതിർക്കുക. അതിൽ പ്രധാനമായ കാര്യം, ED ഉദ്യോഗസ്ഥരെ അധികം ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്ന രീതിയിൽ ഈ അന്വേഷണം തടസ്സപ്പെടുത്താൻ പ്രതികൾ ശ്രമിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ കുറ്റാരോപിതർ ശ്രമിക്കുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു കാര്യം കൂടി EDക്ക് ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുകയാണ്. ഇത് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തും. ഇത് തടയുവാൻ നിയമപരമായി മാത്രമല്ല കായികമായ ശ്രമവും കൂടി നടത്തുന്നുണ്ട് എന്ന് കോടതിയെ ബോധിപ്പിക്കാനുള്ള ഒരു സുവർണ അവസരം EDക്കും ലഭിക്കുകയാണ്. ഏതായാലും EDയുടെ ഭാഗം കേട്ട് ED ഇപ്പോൾ മുദ്രവെച്ച കവറിൽ നൽകുന്ന തെളിവുകൾ കൂടി പരിശോധിച്ച ശേഷം മാത്രമേ ഒരുപക്ഷെ ഇതിൽ എന്തെങ്കിലും ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കണോ വേണ്ടിയോ എന്ന കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് തീരുമാനിക്കാൻ സാധ്യതയുള്ളൂ. അതുവരെ ഒരുപക്ഷെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത് ചിലപ്പോൾ ഹൈക്കോടതി ഇതിന്റെ ഒരു ഉത്തരവ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ പറയാം ഒരുപക്ഷെ. എങ്കിൽ പോലും ഇപ്പോൾ ഈ ആക്രമണം, എന്തായാലും മാസപ്പടി കേസിൽ നാളെ EDക്കും CMRLനൊപ്പം T വീണയ്ക്കും ഏറെ നിർണായകമായ ഒരു ദിവസമാണ്. അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കുറ്റപത്രം ഉടൻ നൽകാൻ തയ്യാറെടുത്തു പോലീസ്. കേസിൽ 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. പ്രതികൾ റിമാൻഡിൽ തുടരെ കുറ്റപത്രം നൽകാനാണ് നീക്കം. അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടായേക്കും. CPM കൗൺസിലർമാർ ഉൾപ്പെടെ 25 പേരുടെ അറസ്റ്റാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. പ്രതികൾ ചെയ്ത കുറ്റം ഗൗരവമുള്ളതാണെന്നും പ്രകോപനമില്ലാതെയാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായതെന്നും കോടതി ഇന്നലെ വിലയിരുത്തിയിരുന്നു. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ നേരിട്ടത് അതിക്രൂരമായ മർദ്ദനമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടിയുടെ ശരീരത്തിൽ 51 മുറിവുകളുണ്ട്, ജനനേന്ദ്രിയത്തിലും മുറിവുകളുണ്ട്, സിഗരറ്റ് വെച്ച് പൊള്ളിച്ചതിന്റെ പാടുകളും ശരീരത്തിലുണ്ട്. ക്രൂരമായ മർദ്ദനത്തെ തുടർന്നുള്ള ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. സംഭവത്തിൽ കുട്ടിയുടെ അമ്മ അഖില, അമ്മയുടെ പങ്കാളി അഷ്കർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയുടെ അച്ഛന്റെ മരണശേഷം അമ്മ അഖില പങ്കാളി അസ്കറുമായി താമസിച്ചു വരികയായിരുന്നു. ആഹാരം തൊണ്ടയിൽ കുടുങ്ങിയതിനെ തുടർന്ന് ഛർദ്ദിച്ചതായാണ് അസ്കർ ആദ്യം മൊഴി നൽകിയിരുന്നത്. കുട്ടിയുടെ മരണത്തിൽ മുത്തച്ഛനും മുത്തച്ഛിയും ബന്ധുക്കളും അഖിലയ്ക്കും അസ്കറിനുമെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇന്നും നാളെയുമായി മഹോത്സവം നടക്കുന്നത്. ഇന്നലെ കോഴിക്കോട്ടെത്തിയ അമ്മയെ വെള്ളിമാടുകുന്ന് ബ്രഹ്മസ്ഥാനത്തേക്ക് പൂർണ്ണകുംഭം നൽകിയാണ് സ്വീകരിച്ചത്. 2 ദിവസങ്ങളിലും അമ്മയുടെ ഭക്തിഗാനസുധ, പ്രഭാഷണം, ധ്യാനം എന്നിവയുണ്ടാവും.
ഉച്ചയ്ക്കും രാത്രിയിലും അമ്മയുടെ ദർശനവും ഉണ്ടാകും. അമ്മയെ കാണാനും ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ പങ്കെടുക്കാനുമായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങളാണ് സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ളത്. അമ്മയെ കാണാനെത്തുന്ന ഭക്തർക്കായി എല്ലാ ദിവസങ്ങളിലും അന്നദാനമുണ്ടാകും. 10,000 പേർക്ക് ഇരിക്കാവുന്ന വലിയ പന്തലാണ് പരിപാടിക്കായി ഒരുക്കിയിരിക്കുന്നത്. 2 ദിവസങ്ങളിലും ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ, വിശേഷാൽ പൂജകൾ എന്നിവയും നടക്കും. ഇന്ന് രാവിലെ 7 മണിക്ക് രാഹുദോഷ നിവാരണ പൂജയും തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് ശനിദോഷ നിവാരണ പൂജയും നടക്കും. ജൂൺ 3, 4 തീയതികളിൽ തൃശൂർ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിലും ജൂൺ 6, 7 തീയതികളിൽ എറണാകുളത്ത് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിലും സദ്ഗുരു മാതാ അമൃതാനന്ദബായി ദേവി പങ്കെടുക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. ബ്രഹ്മസ്ഥാന മഹോത്സവത്തിനായി കോഴിക്കോടെത്തിയ ലോകാരാധ്യയായ അമ്മയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു. അമ്മയുടെ ദർശനത്തിനായി പതിവ് പോലെ ഇത്തവണയും ബ്രഹ്മസ്ഥാനത്തെത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകാരാധ്യയായ അമ്മ അമൃതാനന്ദബായി ദേവി കോഴിക്കോട് ബ്രഹ്മസ്ഥാനത്തേക്ക് 6 വർഷത്തിന് ശേഷമാണ് എത്തുന്നത്. അമ്മ വരുമ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട് അവിടെ. ആദ്യമായിട്ട് അമ്മയെ ഞാൻ കാണുന്നതും കോഴിക്കോട് ഈ തിരുവണ്ണൂരിൽ അമ്മയുടെ ഒരു ശിഷ്യൻ്റെ അടുത്തേക്ക് പാദപൂജയ്ക്ക് ക്ഷണിച്ചിട്ട് അവർ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ആദ്യമായിട്ട്. 84-ലാണ്. അതിനുശേഷം എപ്പോഴും അമ്മയായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അമ്മയുടെ അടുത്ത് അവിടെ പോകാറുണ്ട്. ഇവിടുത്തെ ബ്രഹ്മസ്ഥാനത്തെത്തുമ്പോൾ ഇവിടെ വരാറുണ്ട്. ഏതായാലും വളരെ ഹൃദയപൂർവമായ കോഴിക്കോടിൻ്റെ സ്വാഗതം അമ്മയെ ഞാനും അറിയിക്കുന്നു. ആരാധ്യയായ അമ്മയ്ക്ക് നമസ്കാരം. നമസ്കാരം. കൈതപ്പുറം. 6 വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോടെത്തുന്ന അമ്മയെ വരവേൽക്കുന്ന സന്തോഷം പങ്കുവച്ച് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ അമ്മയെ കാണാനുള്ള അവസരമായി ഇതിനെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. 6 വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ കോഴിക്കോട് സന്ദർശിക്കുന്നത്. അതിനു മുമ്പ് എല്ലാ വർഷവും അമ്മ കൊല്ലം തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങിയതിന് ശേഷം വരാറുണ്ടായിരുന്നു. ഇപ്പം അതിനുശേഷം ഞാനൊരിക്കൽ അമ്മയെ അവിടെ പോയി കാണുകയുണ്ടായി. അതേപോലെ എല്ലാ വർഷവും പോകാൻ നമുക്ക് സുഖമില്ലാത്തതുകൊണ്ട് പോയില്ല. ഏതായാലും ഈ അമ്മ വരുന്നതുകൊണ്ട് നമ്മൾ കോഴിക്കോട് എല്ലാവരും അമ്മനെ സ്വീകരിക്കാനായി തയ്യാറായിരിക്കുകയാണ്. അതിന് എല്ലാവരും അമ്മയെ കാണാനായിട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെയധികം സന്തോഷത്തോടുകൂടി നമുക്ക് എല്ലാവരും അവരെ സ്വീകരിക്കണം. അതുകൊണ്ട് അതിനുള്ള എല്ലാവരും തരണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബ്രഹ്മസ്ഥാന വാർഷികത്തിനായി എത്തിയ അമ്മയെ കോഴിക്കോട്ടേക്ക് സ്വാഗതം ചെയ്ത് കെ ജയന്ത് MLA അമ്മയുടെ വരവ് ആഘോഷമായി മാറട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. പ്രിയമുള്ളവരെ, കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഏറെ ആരാധ്യയായ മാതാ അമൃതാനന്ദമയി ദേവി ഇന്ന് കോഴിക്കോട് എത്തിച്ചേരുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ കോഴിക്കോട് എത്തിച്ചേരുന്നത്. കോഴിക്കോട്ടെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി അമ്മയെ കോഴിക്കോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഒരു മഹോത്സവമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കൊല്ലം പ്രസ് ക്ലബ്ബിൽ മന്ത്രി ഷിബു ബേബി ജോൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊല്ലം ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആനന്ദ് മൊക്തൻ, റീജിയണൽ മാനേജർ മഞ്ജു M, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയകൃഷ്ണൻ, ട്രഷറർ കണ്ണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. LKG മുതൽ +2 വരെയുള്ള 100ഓളം കുട്ടികൾക്കാണ് സ്കൂൾ കിറ്റുകൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവചന മത്സരത്തിൽ വിജയികളായവർക്കും മന്ത്രി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേരള ദിനേശ് അംബ്രല്ല ഫെസ്റ്റിന് കണ്ണൂരിൽ തുടക്കമായി. വൈവിധ്യമാർന്ന 30-ലധികം കുടകളാണ് ഇത്തവണ ദിനേശ് ബ്രാൻഡ് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. വിലക്കുറവും ഗുണമേന്മയും വൈവിധ്യവും ഉറപ്പാക്കിയാണ് ദിനേശ് കുടകൾ വിപണിയെ കീഴടക്കുന്നത്. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന കേരള ദിനേശ് ബ്രാൻഡ് പതിവ് തെറ്റിക്കാതെയാണ് കുടമേള ഒരുക്കിയിരിക്കുന്നത്. പയ്യാമ്പലം സൂപ്പർ മാർക്കറ്റിലെ അംബ്രല്ല ഫെസ്റ്റ് കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ KP താഹിർ ഉദ്ഘാടനം ചെയ്തു.
മുതൽ വിലയുള്ള കുടകൾ മേളയിൽ ലഭ്യമാണ്. ഹൃദയാകൃതിയിലുള്ള വലന്റീന കുട 300 രൂപയ്ക്കും വളഞ്ഞ കാലുള്ള മുളയുടെ കാൽ കുടകൾ 400 രൂപയ്ക്കും സ്റ്റാളിൽ ലഭ്യമാണ്. സാധാരണക്കാർക്ക് പരമാവധി വില കുറച്ചുകൊണ്ട് കുട എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളിത് ആരംഭിച്ചിട്ടുള്ളത്. സ്കൂൾ കുട്ടികൾ ഉപയോഗിക്കുന്ന, അംഗൻവാടി കുട്ടികൾ ഉപയോഗിക്കുന്ന കുടകൾ ഉൾപ്പെടെ, മുതിർന്നവർ ഉപയോഗിക്കുന്ന കുടകൾ ഉൾപ്പെടെ ഞങ്ങളുടെ ഫാക്ടറിയിൽ ഞങ്ങൾ തയ്യാറാക്കി വരുന്നുണ്ട്. സാധാരണ മറ്റ് അംബ്രലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ വാങ്ങിയ അംബ്രലയ്ക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് 3 മാസത്തിനകം ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ അംബ്രലയുമായി വന്നാൽ ഞങ്ങളത് റിപ്പയർ ചെയ്ത് കൊടുക്കും. ഇനി അഥവാ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഞങ്ങളത് പൂർണ്ണമായും മാറ്റി പുതിയ കുട കൊടുക്കുന്ന ഒരു സിസ്റ്റം ദിനേശ് തുടർന്ന് വരുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി 30-ലധികം വ്യത്യസ്ത ഡിസൈനുകളിലുള്ള കുടകൾ ദിനേശ് വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. മികച്ച നിലവാരമുള്ള ഫാബ്രിക്കും വിൻഡർ റെസിസ്റ്റന്റ് സാങ്കേതിക വിദ്യയോട് കൂടിയ കമ്പികളും ഉപയോഗിച്ചാണ് കുട നിർമ്മാണം. കേരള ദിനേശ് ചെയർമാൻ MK ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ചു. മാർക്കറ്റിംഗ് മാനേജർ സന്തോഷ് കുമാറും അംബ്രല അസിസ്റ്റന്റ് മാനേജർ രശ്മി US എന്നിവർ സംസാരിച്ചു. സ്റ്റോൾ 2 ആഴ്ച തുറന്ന് പ്രവർത്തിക്കും. അമൃത ന്യൂസ്, കണ്ണൂർ. പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും ക്യാൻസർ ഉൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതായി നമുക്കൊക്കെ അറിയാം. സിഗരറ്റ് ഉൾപ്പെടെ പുതിയ രൂപത്തിലും ഭാവത്തിലും ലഭ്യമാകുന്ന പുകയില ഉൽപ്പന്നങ്ങൾ നമ്മുടെ യുവതലമുറയെയും സ്വാധീനിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനമാണ്. കൊച്ചി അമൃത ആശുപത്രിയിലെ റെസ്പിറേറ്ററി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ നിത്യ ഹരിദാസ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. കാണാം. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ഇത് നമ്മൾ പലപ്പോഴും പല ടാക്കീസുകളിലും കേട്ട് പഴകിയ മെസ്സേജ് ആയിരിക്കും. നമ്മൾ പലപ്പോഴും പറഞ്ഞു ചിരിക്കുന്ന മെസ്സേജ് തന്നെയാണ്. പക്ഷെ അങ്ങനെ ചിരിക്കേണ്ട ഒന്നാണോ പുകവലി? പുകവലി മാത്രമല്ല, പുകയിലയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും അതേപോലെ തന്നെ ഡേഞ്ചറസ് ആണ്. കാരണം പുകവലി കാരണം നിങ്ങൾ കേട്ടിട്ടുള്ള പോലെ ഹൃദയത്തിനും ശ്വാസകോശത്തിനും പല വിധത്തിലുള്ള ക്യാൻസറുകളും എല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിക്കുന്ന കാലത്ത് അതൊരിക്കലും ഒരു പ്രശ്നമാവില്ല. പക്ഷേ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അതായത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ഒരു പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാതെ ഓക്സിജൻ വെച്ചിരിക്കേണ്ട, വീട്ടിൽ മറ്റൊരാളെ ആശ്രയിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന്ന് അങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ആ പുകയില പ്രൊഡക്ട്സ്, അതായത് പുകവലി മാത്രമല്ല, പുകയില ചവക്കുന്നതോ അതേപോലെ മറ്റു പ്രൊഡക്ട്സ്, അതായത് സിഗരറ്റ്സ്, ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന സാധനമാണ് സിഗരറ്റ്സ്. കാര്യം നമ്മളുടെ എല്ലാം പലപ്പോഴും യങ് ജനറേഷനായിട്ടുള്ളവരുടെ ഒരു വിചാരം സിഗരറ്റ് കാരണം പ്രശ്നമൊന്നുമില്ലല്ലോ, കാരണം വലിക്കുന്നില്ലല്ലോ, വലിക്കുന്നത് കാരണമുള്ള ഒരു ടാതല്ലേ പ്രശ്നമുള്ളൂ, നിക്കോട്ടിൻ ഒരിക്കലും ഒരു പ്രശ്നമാവുന്നില്ലല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഈ നിക്കോട്ടിൻ കാരണമുള്ള ദൂഷ്യഫലങ്ങളുമുണ്ട്. അത് കാരണവും നാളെ നിങ്ങൾക്ക് ഇതേപോലെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും ഹൃദയരോഗങ്ങളും എല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് യങ് ജനറേഷനെ ടാർഗറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അതിനെയും പ്രതിരോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പുകയില വിരുദ്ധ ദിനത്തിൻ്റെ മെസ്സേജ് ഉള്ളത് അൺമാസ്കിംഗ് ദ അപ്പീൽ, കൗണ്ടറിംഗ് നിക്കോട്ടിൻ ആൻഡ് ടുബാക്കോ അഡിക്ഷൻ എന്നുള്ളതാണ്. ടുബാക്കോ പ്രൊഡക്ട്സിൻ്റെയോ അതല്ലെങ്കിൽ പുകവലിയുടെയോ ആ മാസ് അപ്പീൽ കുറയ്ക്കുക. അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് പല രീതിയിലാണ് നമ്മളുടെ മുന്നിലെത്തുന്നത്. ഇതൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് ഇതെത്തുന്നത്. പക്ഷേ ഇത് ഇപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. ഇന്ന് നിങ്ങളറിയില്ല എന്നുള്ളതേ ഉള്ളൂ, നാളെ അത് നമ്മളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമായി മാറിയേക്കത്. അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജന ബിൽ ആചാരങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഭാരതീയ ജ്യോതിഷ വിചാര സംഘം. ഈ നിയമത്തിനെതിരെ ഒറ്റക്കെട്ടായി പൊരുതുമെന്നും BJVS വ്യക്തമാക്കി. വിവിധ താന്ത്രിക ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ സംയുക്ത സമരസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജന കരട് ബില്ലിലെ ചില വ്യവസ്ഥകൾ അംഗീകരിക്കാനാകില്ലെന്നും അത് ഹൈന്ദവ ആചാരങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്നും ഭാരതീയ ജ്യോതിഷ വിചാര സംഘം വ്യക്തമാക്കി. പൂജകളുടെ പേരിൽ മാനസിക ശാരീരിക പീഡനം, മർദ്ദനം, സാമ്പത്തിക വഞ്ചന, കബളിപ്പിക്കൽ മുതലായ കുറ്റകൃത്യങ്ങൾക്ക് ഭാരതീയ നീതിന്യായ സംഹിതയിൽ ശിക്ഷാ നടപടികൾ നിലവിലുണ്ട്. ഇതിനു പുറമെയാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത്. കൊച്ചിയിൽ നടന്ന താന്ത്രിക ജ്യോതിഷ ആചാര്യന്മാരുടെ സംഗമത്തിൽ നിയമത്തെക്കുറിച്ച് വിശദമായ ചർച്ച നടന്നു. ഞങ്ങൾ ഇതിൻ്റെ പുറകെ മുഖ്യമന്ത്രിക്ക് നിവേദനം, അതുപോലെ തന്നെ ഈ കേസിൽ കക്ഷി ചേരുക, ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റിലൊക്കെ ധർണ, മറ്റു കാര്യങ്ങൾ നടത്തി ഈ ജനസമൂഹത്തെ മൊത്തം ഈ ബില്ലിനെതിരെ കൊണ്ടുവരികയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഏകദേശം 10,000-ഓളം അഭിപ്രായങ്ങൾ നമ്മൾ സർക്കാരിനെ അയച്ചിട്ടുണ്ട്.
ഇതിനുശേഷം ഞങ്ങളിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ വലിയൊരു മെമ്മോറാണ്ടം തയ്യാറാക്കി സർക്കാരിന് കൊടുക്കുകയാണ്. ഏകദേശം 50,000-ഓളം പേര് ഒപ്പിടുന്ന മെമ്മോറാണ്ടമാണ്. ഒപ്പം തന്നെ ഈ കേസിൽ നമ്മൾ കക്ഷി ചേരാൻ പോവുകയാണ്. കക്ഷി ചേരുകയും ഒപ്പം സെക്രട്ടറിയിൽ മുന്നേ പ്രകടനം ധർണ ആ രീതിയിൽ നമ്മളെല്ലാം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. സൂര്യകാലടി മന സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരി കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. BMS സംസ്ഥാന അധ്യക്ഷൻ B. ശിവജി സുദർശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അമൃത ന്യൂസ്, കൊച്ചി. 14-കാരിയായ ആദിത്യയ്ക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അച്ഛനെ നഷ്ടപ്പെട്ടത്. ആ അകാല വിയോഗം തീർത്ത വിരഹത്തിൻ്റെ നൊമ്പരങ്ങളെ അവൾ മാറ്റിയെടുക്കുന്നത് അക്ഷരങ്ങളിലൂടെയാണ്. തൻ്റെ ഏകാന്തതകളിൽ കൂട്ടായിരുന്ന ഡയറി താളുകളിൽ ഈ 14-കാരി എഴുതി തീർത്തത് 250-ലധികം കവിതകളാണ്. ആ കവിതകൾ ഇനി പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങുകയാണ്. ഒരു വട്ടം കൂടി വിരിയുമെങ്കിൽ നിനക്കായി ഞാൻ കാത്തിരിക്കാം. മണ്ണടിഞ്ഞ നിൻ ഇതളുകൾക്ക് മീതെ കരഞ്ഞു തീർക്കാം എൻ ബാക്കി ജന്മം. കോന്നി അതുമ്പുംകുളം സ്വദേശിനിയായ ആദിത്യയ്ക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മനോജ് മരണപ്പെടുന്നത്. തുടർന്ന് ജീവിതം വഴിമുട്ടിയ അമ്മയുടെയും മൂത്ത സഹോദരിയുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ടാണ് ഈ 14-കാരി വളർന്നത്. അധികം കൂട്ടുകാരില്ലാതെ ഏകാന്തതയിലേക്കൊതുങ്ങിയ ആദിത്യയ്ക്ക് ഒടുവിൽ കൂട്ടുവന്നത് കവിതകളാണ്. ആനുകാലികങ്ങളിലെ വരികൾ വായിച്ചും കവയത്രി മഞ്ജു അരവിന്ദന്റെ കവിതകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടും ആരും കാണാതെ തൻ്റെ ഡയറിയിൽ അവൾ തൻ്റെ സങ്കടങ്ങൾ കുറിച്ചിട്ടു. വെള്ളത്തെ വീട്ടിലെ ചേച്ചി ആദ്യം എന്നെ സപ്പോർട്ട് ചെയ്തതും എൻ്റെ കവിത വായിച്ചതും തെറ്റ് തിരുത്തി തന്നതും എല്ലാം എനിക്കെല്ലാം പറഞ്ഞു തന്നത്, എത്ര വൃത്തങ്ങളുണ്ടെന്ന് എന്ത് വൃത്തങ്ങളാണെന്നൊക്കെ പറഞ്ഞു തന്ന അവിടുത്തെ അങ്കിളൊക്കെ. ഞാൻ തന്നെയുള്ളെന്നൊരു തോന്നൽ, സ്കൂളിൽ ഫ്രണ്ട്സൊന്നുമില്ല, ഒറ്റപ്പെട്ടാണ് നടക്കുന്നത്. അമ്മ അജിത കോന്നി തണ്ണിത്തോട് റോഡരികിൽ തട്ടുകട നടത്തി കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ വീട് പുകയുമ്പോഴും ആദിത്യ തൻ്റെ അക്ഷരക്കൂട്ടുകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആദ്യമേ ഞങ്ങൾ ഇത് കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു. ഞാനും അവിടെ ചേച്ചിയും കൂടെ പിന്നെ തീരുമാനം എടുത്തതാണ്. പിന്നെ ഞങ്ങളത് ശ്രദ്ധിച്ച് പിന്നെ അവൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടെന്ന് അവിടെ അച്ഛൻ മരിച്ചപ്പം തൊട്ടുള്ള ഒറ്റയ്ക്കുള്ള പിന്നെ വീട്ടിലും ഒറ്റയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നിലയിലെത്തട്ടെ അവർ. ആദിത്യയുടെ ജീവിതവും കവിതകളും തിരിച്ചറിഞ്ഞ ഫിറോസ് കോന്നിയാണ് ഈ വരികൾ പുസ്തകമാക്കാൻ മുൻകൈയെടുത്തത്. കരുനാഗപ്പള്ളി ദിശ ബുക്സ് പുറത്തിറക്കുന്ന എൻ്റെ മിഴിനീർ കവിതകൾ എന്ന പുസ്തകത്തിൽ ആദിത്യയുടെ 47 കവിതകളാണുള്ളത്. കഴിഞ്ഞു പോയ ബാല്യത്തിനെ പറ്റിയും കാറ്റിനെ പറ്റിയും മഴയെ പറ്റിയും സങ്കടങ്ങളെ പറ്റിയും നക്ഷത്രത്തിനെ പറ്റിയും. ഈ മാസം കോന്നി പബ്ലിക് ലൈബ്രറി ഹാളിൽ വെച്ച് ആദിത്യയുടെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യും. സങ്കടക്കടലിലും തളരാതെ എഴുതിയ ആദിത്യയുടെ വരികൾ വായനക്കാരുടെ നെഞ്ചിൽ തൊടുമെന്ന പ്രതീക്ഷയിലാണ് ഈ കൊച്ചു കവയിത്രിയും കുടുംബവും. ക്യാമറമാൻ രതീഷ് മാഡ്ബിശേലിനൊപ്പം കണ്ണൻദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. സന്ദർശകരെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്ന തരത്തിൽ കൊല്ലത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് കൊല്ലം കോർപ്പറേഷൻ. പരമ്പരാഗത പ്രൗഢി നഷ്ടപ്പെടാത്ത രീതിയിലുള്ള വികസന പദ്ധതികളാകും നടപ്പിലാക്കുക. കരാറടിസ്ഥാനത്തിൽ പദ്ധതികൾ നടപ്പിലാക്കിയതിലൂടെ മുൻ ഭരണസമിതി വരുത്തിവെച്ച നഷ്ടങ്ങൾ ചെറുതായിരുന്നില്ലെന്നും അവ പരിഹരിച്ചുകൊണ്ടായിരിക്കും നഗരത്തിന്റെ സമഗ്ര വികസനം നടപ്പാക്കുകയെന്നും കൊല്ലം മേയർ AK ഹഫീസ് അമൃത വാർത്തകളോട് പറഞ്ഞു. പാർക്കുകൾ, ബീച്ചുകൾ തുടങ്ങി സന്ദർശകരെ ആകർഷിക്കുന്ന പൊതു ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിവിധ പദ്ധതികൾ കൊല്ലം കോർപ്പറേഷൻ ആസൂത്രണം ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് കൊല്ലം ബീച്ചിൽ സൺസെറ്റ് സിറ്റി എന്ന പേരിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ്. ഇതിലൂടെ കൂടുതൽ വിനോദസഞ്ചാരികളെ കൊല്ലത്തേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് കോർപ്പറേഷന്റെ പ്രതീക്ഷ. ബീച്ച് ടൂറിസത്തിനും കായൽ ടൂറിസത്തിനും വലിയ സാധ്യതകളുള്ള ജില്ലയായ കൊല്ലത്ത് ബീച്ചിന്റെ നവീകരണത്തോടൊപ്പം പാർക്കുകളുടെ നവീകരണവും പൂർത്തിയാക്കുമെന്നും മേയർ വ്യക്തമാക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നീളമുള്ള ബീച്ച് നമ്മുടെ കൊല്ലത്തിനാണ് ഉള്ളത്. അത് നമുക്ക് ആ പ്രതീക്ഷിക്കുന്നതിനനുസരിച്ച് ഇതുവരെ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. സൺസെറ്റ് സിറ്റി എന്നൊരു പേര് ഞങ്ങൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനൊരു ആശയം, അങ്ങനൊരു പ്രോജക്റ്റ്. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും സൺസെറ്റ് സിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നത് നല്ലവണ്ണം കാണാൻ കഴിയുന്നതാണ് നമ്മുടെ തീരപ്രദേശം. നമ്മളിതൊന്നും മാർക്കറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ധാരാളം ടൂറിസ്റ്റുകൾ കൊല്ലത്ത് വരും. എന്നാൽ കാലങ്ങളായി കൊല്ലം കോർപ്പറേഷന്റെ നിരവധി പദ്ധതികൾ പരാജയപ്പെടാൻ കാരണം കരാറുകാരുടെ അനാസ്ഥയാണെന്നാണ് മേയറുടെ ആരോപണം. രാഷ്ട്രീയ തലത്തിൽ നൽകിയ വിട്ടുവീഴ്ചകൾ മൂലം പല ജനോപകാര പദ്ധതികളും ലക്ഷ്യം കണ്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
കോർപ്പറേഷന്റെ കീഴിലുള്ള പാർക്കുകൾ ഉൾപ്പെടെയുള്ളവയുടെ നടത്തിപ്പ് ദീർഘകാലാടിസ്ഥാനത്തിൽ കരാറുകാർക്ക് കൈമാറിയതിലൂടെ പലരും സാമ്പത്തിക നേട്ടമുണ്ടാക്കി. കരാറുകാർ സൃഷ്ടിച്ച സാമ്പത്തിക നഷ്ടങ്ങൾ കോടതിയിലെത്തിയപ്പോഴും അവരെ സഹായിക്കുന്ന സമീപനമാണ് മുൻ ഭരണസമിതി സ്വീകരിച്ചതെന്നും മേയർ കുറ്റപ്പെടുത്തി. ജീവിക്കണം അഷ്ടമുടി ജീവനാണ് അഷ്ടമുടി പദ്ധതിയുടെ പേരിൽ 6,90,00,000 രൂപ പാഴാക്കി. കായൽ നവീകരണത്തിനും മാലിന്യ നീക്കത്തിനുമായി വകയിരുത്തിയ തുക ഫലപ്രദമായി വിനിയോഗിക്കപ്പെടാത്തതിനെ തുടർന്ന് അഷ്ടമുടി കായൽ സംരക്ഷണ വിഷയത്തിൽ കോടതി ഇടപെടലുകൾ വരെ ഉണ്ടായി. വിഷയത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട ഏജൻസിക്ക് ഇപ്പോൾ കത്ത് നൽകിയിട്ടുണ്ടെന്നും മേയർ അറിയിച്ചു. ഏകദേശം 6,90,00,000 രൂപയാണ് അഷ്ടമുടി കായലിൽ കൂടെ അങ്ങ് ഒഴുകിപ്പോയത്. കാരണം ഈ അഷ്ടമുടി കായൽ വൃത്തിയാക്കലും മാലിന്യം നീക്കം ചെയ്യലും അതിൻ്റെ ആഴം വർദ്ധിപ്പിക്കാൻ എന്നൊക്കെ സൂചിപ്പിച്ചിട്ടാണ് സർക്കാരിൻ്റെ തന്നെ ഒരു ഏജൻസി അവിടെ പണി ചെയ്യാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് പോയി. പക്ഷേ വ്യക്തമായി പറഞ്ഞാൽ ഇപ്പോഴും അവിടെ എന്ത് നടന്നു എന്ന് ആർക്കും പറയാൻ കഴിയുന്നത്. ഇപ്പം ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കോടികളാണ് നമ്മൾ പലതരത്തിൽ എഴുതി തള്ളുന്നതും ആവശ്യമില്ലാതെ ചെലവഴിക്കുന്നത്. നഗരവികസനത്തിന്റെയും ടൂറിസം പദ്ധതികളുടെയും പേരിൽ കോടികൾ ചിലവഴിച്ചിട്ടും മുൻ ഭരണസമിതി നടപ്പാക്കിയ പല പദ്ധതികളും പൂർത്തിയാകാതെയും ഉപേക്ഷിക്കപ്പെട്ട നിലയിലുമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണത്തോടെയും ദീർഘകാല വികസന കാഴ്ചപ്പാടോടെയും നഗരത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കൊല്ലം കോർപ്പറേഷൻ ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറിയും തുടരുന്നതിനിടെ ഇന്ന് MLA-മാരുടെ യോഗം വിളിച്ച് മമതാ ബാനർജി. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നിരവധി തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ രാജിവെച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസ് തകർന്നടിഞ്ഞെന്നും പകുതി MLA-മാർ പോലും ഇന്ന് മമത വിളിച്ച യോഗത്തിൽ എത്തില്ലെന്നും BJP പരിഹസിച്ചു. അതേസമയം TMC നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് തുടരുകയാണ്. നോർത്ത് 24 പർഗാനാസിൽ TMC നേതാവിന്റെ വീട്ടിൽ നിന്നും തോക്കുൾപ്പെടെ ആയുധശേഖരം പിടികൂടി. SNDP യോഗം വൈസ് പ്രസിഡന്റും SN ട്രസ്റ്റ് അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ തുഷാർ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി VD സതീശനെ സന്ദർശിക്കും. രാവിലെ 8 മണിക്ക് മുഖ്യമന്ത്രി VD സതീശന്റെ ആലുവയിലെ വസതിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിയെ അനുമോദനം അറിയിക്കാനാണ് സന്ദർശനം. SNDP യോഗം ഭാരവാഹികളും തുഷാറിനൊപ്പം ഉണ്ടാകും. ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തോടെ കാത്തിരുന്ന IPL ഫൈനൽ ഇന്ന് അഹമ്മദാബാദിൽ നടക്കും. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 മുതലാണ് കിരീട പോരാട്ടം. 2 മാസത്തോളം നീണ്ട ആവേശ പോരാട്ടങ്ങൾക്കൊടുവിൽ IPL 18ാം പതിപ്പിന് ഇന്ന് സമാപനമാവുകയാണ്. തുടർച്ചയായ 2ാം കിരീടം ലക്ഷ്യമിട്ടാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇറങ്ങുന്നത്. ടൂർണമെന്റിലുടനീളം കൃത്യമായ ഗെയിം പ്ലാൻ പുറത്തെടുത്ത ടീം ജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ചെന്നൈ സൂപ്പർ കിങ്സ്, മുംബൈ ഇന്ത്യൻസ് എന്നീ ടീമുകൾക്ക് ശേഷം IPLൽ തുടർച്ചയായി 2 തവണ കിരീടം നേടുന്ന ടീമെന്ന റെക്കോർഡിലേക്ക് എത്താനാണ് RCB ശ്രമം. വിരാട് കോഹ്ലി, ദേവ്ദത്ത് പടിക്കൽ, ടിം ഡേവിഡ്, രജത് പട്ടീദാർ, വെങ്കടേഷ് അയ്യർ എന്നിവരടങ്ങുന്ന മികച്ച ബാറ്റിംഗ് നിര തന്നെയാണ് RCBയുടെ കരുത്ത്. ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ്, റസീഖ് സലാം, കൃണാൽ പാണ്ഡ്യ എന്നിവരടങ്ങുന്ന ബൌളിംഗ് നിരയും മികച്ച ഫോമിലാണ്. മറുവശത്ത് ടീം രൂപീകരിച്ച 2022 കിരീടം നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് 3 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു കിരീടത്തിനായി അരയും തലയും മുറുക്കി ഇറങ്ങുകയാണ്. നായകൻ ശുഭ്മാൻ ഗിൽ, സായി സുദർശൻ, ജോസ് ബട്ട്ലർ എന്നിവരാണ് ടീമിന്റെ കരുത്ത്. സ്വന്തം തട്ടകത്തിൽ കളിച്ച 7 മത്സരങ്ങളിൽ 5ലും ജയിക്കാനായതും ഗുജറാത്തിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ബാറ്റിംഗിനേക്കാൾ ഒരുപടി മുകളിലാണ് ഗുജറാത്തിന്റെ ബൌളിംഗ് നിര. കഗീസോ റബാദ, മുഹമ്മദ് സിറാജ്, റാഷിദ് ഖാൻ, ജേസൺ ഹോൾഡർ, പ്രസിദ്ധ് കൃഷ്ണ ഏത് കരുത്തന്മാരെയും തകർക്കാൻ പോന്നവരാണ്. റണ്ണഴുകാറുള്ള അഹമ്മദാബാദിലെ പിച്ചിൽ ടോസ് നേടുന്നവർക്ക് മുൻതൂക്കം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ക്വാളിഫയർ 1-ൽ ഗുജറാത്തിനെ തകർത്താണ് RCB നേരിട്ട് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തത്. 2ാമത്തെ അവസരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ വീഴ്ത്തിയാണ് ഗുജറാത്തിന്റെ ഫൈനൽ പ്രവേശനം. ന്യൂസ് ഡെസ്ക്, അമൃത TV. UEFA ചാമ്പ്യൻസ് കിരീടം നിലനിർത്തി PSG. ഫൈനലിൽ ആഴ്സണലിനെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിനാണ് ജയം. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും 1-1 എന്ന നിലയിൽ സമനില പാലിച്ചതിനെ തുടർന്നാണ് ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയത്. നിർണായകമായ 5ാം കിക്കെടുത്ത ആഴ്സണലിന്റെ പ്രതിരോധ താരം ഗബ്രിയേൽ മഗാലിൻസിന് പിഴച്ചതോടെ PSG കിരീടത്തിൽ മുത്തമിട്ടു. കാലഘട്ടത്തിന്റെ സാക്ഷ്യപത്രങ്ങളായ വിന്റേജ് കാറുകളും മൈക്കിൾ ജാക്സൺ ഭരതനാട്യവും കൂടിച്ചേർന്ന ഫ്യൂഷൻ തരംഗവും കാണാം ഇന്നത്തെ സെൻട്രൽ മാഗസിനിൽ. നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചരിത്രമെന്നാൽ കേവലം മനുഷ്യൻ്റെ ഭൂതകാലത്തിൻ്റെ കഥകൾ മാത്രമല്ല,
നമ്മളുടെ ജീവിതത്തിന്, മനുഷ്യൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ആക്കം കൂട്ടിയ വസ്തുക്കൾക്കെല്ലാം അവയെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതായത് വേഗം എന്നുള്ള വാക്കാണ് ആധുനികവൽക്കരണത്തിൻ്റെ ആണിക്കല്ല്. അതുകൊണ്ട് തന്നെ വിൻറ്റേജ് കാറുകൾ വെറും കാറുകൾ മാത്രമല്ല, അവ ഒരു കാലഘട്ടത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ്. ലണ്ടനിലെ രാജകീയ തെരുവുകളിലും യൂറോപ്പിലെ മലനിരകളിലും ഓടി നടന്ന വാഹനങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ചില ഗ്യാരേജുകളിലുണ്ട്. പലരും അതിനെ പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ പ്രധാനിയാണ് തൃശ്ശൂരിലെ സിജോ ആമ്പല്ലൂർ. സിജോ ആമ്പല്ലൂരിൻ്റെ വിൻറ്റേജ് ക്ലാസിക് കാറുകളുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെൻട്രൽ മാഗസിനിൽ കാണാൻ പോകുന്നത്. എൻ്റെ പേര് സിജോ കുറ്റുകാരെന്നാണ്. എൻ്റെ സ്ഥലം വരുന്നത് തൃശ്ശൂരിൽ ആമ്പല്ലൂർ വെണ്ടൂർ എന്ന സ്ഥലത്താണ്. പിന്നെ എനിക്ക് വണ്ടികൾ കുറച്ച് പഴയ വണ്ടികളുടെ കളക്ഷൻ ഉണ്ട്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഗതാഗത സംവിധാനങ്ങളും വാഹനങ്ങളും അതിവേഗം മുന്നോട്ട് കുതിക്കുമ്പോഴും കാലത്തിനൊപ്പം പാഞ്ഞ ചക്രങ്ങളെ തിരിച്ചുപിടിക്കുകയാണ് തൃശൂർ ആമ്പല്ലൂർ സ്വദേശിയായ സിജോ ആമ്പല്ലൂർ. വിൻറ്റേജ് ക്ലാസിക് വാഹനങ്ങളുടെ അപൂർവ ശേഖരത്തിലൂടെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ ചരിത്രവഴികളിലേക്ക് പ്രൗഢിയുടെ ഒരു പുതിയ അധ്യായം കൂട്ടിച്ചേർക്കുകയാണ് യുവ വ്യവസായിയും വാഹനപ്രേമിയുമായ സിജോ. അത് ആക്ച്വലി എനിക്ക് ആദ്യം യൂസ്ഡ് കാറിൻ്റെ സെയിലായിരുന്നു എൻ്റെ ബിസിനസ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എനിക്കൊരു മലയാളം പടത്തിന് വേണ്ടിയിട്ട് ഒരു വണ്ടി വേണമെന്നിട്ട് എനിക്കൊരു വന്നിട്ട് ആ വണ്ടി ഞാൻ ആ പടത്തിലേക്ക് കൊടുത്തു. അപ്പോൾ ആ സമയത്ത് ആ ഇൻഡസ്ട്രി പോയിട്ട് എനിക്കത് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു. ആ വർക്കിൻ്റെ രീതി അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് കുറച്ച് ആ സമയത്ത് വന്നിട്ട് കളക്ഷൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു, വളരെ കുറച്ചായിട്ട്. പിന്നെ ഞാനങ്ങനെ വണ്ടികളുടെ കളക്ഷൻ ഞാൻ കുറച്ച് കൂട്ടി, ഗ്രാജുവലി പതുക്കെ ഓരോ വണ്ടികളുടെ എണ്ണം കൂട്ടി കൊണ്ടു അങ്ങനെ കുറച്ച് കളക്ഷനാക്കി. ഇപ്പോഴും വണ്ടികൾ മാത്രമല്ല, പല സാധനം എടുത്ത് പഴയ മോഡൽ കളക്ഷനിലുണ്ട്. ഒരു തപസ്യ പോലെ സിജോ നട്ടുവളർത്തിയ ഈ വിൻറ്റേജ് സാമ്രാജ്യത്തിലേക്ക് കാൽവെക്കുമ്പോൾ ചരിത്രം നടന്നുപോയ ചക്രവീഥികൾ കാണാം. ഓരോ വണ്ടിക്കും ഒരു ഹിസ്റ്ററിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് തന്നെ ഇത് കീപ്പ് ചെയ്യണത് ഞാൻ മാത്രമല്ല, കളക്ഷനിൽ ഒരുപാട് പേരുണ്ട്. ഇത് ഇനി പക്ഷേ നശിക്കാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഇത് ഒരു 10-15 കൊല്ലം മുമ്പാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട പോലെ ഉണ്ടെങ്കിൽ നശിക്കുകയാണ്. ഇനിയുള്ളവർ എന്തെങ്കിലും കീപ്പ് ചെയ്യുന്നത്. വിൻറ്റേജ് കാറുകളുടെ ലോകം ശരിക്കും ഒരത്ഭുതമാണ്. പ്രത്യേകിച്ച് ആ വാഹനങ്ങളുടെ ചരിത്രവും അവയുടെ ഡിസൈനുകളിലെ ഗൃഹാതരത്വവും കാണുമ്പോൾ. കേരളത്തിലെ ഒരു ഗ്യാരേജിൽ യൂറോപ്പിലെ മഞ്ഞുമൂടിയ വഴികളിലോ ഇംഗ്ലണ്ടിൻ്റെ രാജകീയ വീഥികളിലോ ഓടി നടന്ന ഒരു കാർ വിശ്രമിക്കുന്നത് അത് ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ് പറയുന്നത്. കാറിലെ ഏറ്റവും പഴയത് ഇതാണ്. 1954 മോറിസ് മൈനറാണിത്. ഇപ്പോഴതിൻ്റെ ഒറിജിനൽ എഞ്ചിൻ തന്നെ ഇരിക്കുന്നത്, സൈഡ് വാൽവ് എഞ്ചിൻ എന്ന് പറഞ്ഞ എഞ്ചിൻ തന്നെ ഇരിക്കണേ. അത് ഞാൻ 2018 ഞാൻ വാങ്ങിച്ചത്. ഇപ്പോഴും പേപ്പർ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആയിരത്തി 1940-കളിലെയും 50-കളിലെയും യൂറോപ്യൻ ഇന്ത്യൻ നിരത്തുകളിൽ രാജാവായി വിലസിയിരുന്നവർ എൻജോയ് ചെയ്ത് ഓടിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീലാണിത്. ഇതിപ്പോൾ ഓരോ വണ്ടിക്കും ഓരോ ടൈപ്പാണ്. ഇപ്പോൾ ഇതിപ്പോൾ മെഴ്സിഡീസിൻ്റെ 110 സൈസുള്ള വണ്ടിയാണ്. ഇതിൽ തന്നെ പ്രീമിയർ 10 മിനിറ്റ് ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്യൂട്ടാണ് വണ്ടി, കുറച്ചുകൂടി ചെറുതാണ്. അപ്പോൾ ഓരോ വണ്ടി ഓരോ ഫീലാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വണ്ടികളായിട്ട് യാതൊരു ബന്ധം ഇല്ല എന്ന് തന്നെ പറയാം. ഓടിക്കണേലും അല്ലെങ്കിൽ അതിൻ്റെ ഓടിക്കുന്ന രീതിയും. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിലും ലേലത്തിലൂടെയും കണ്ടെത്തിയ 80ഓളം അപൂർവ വാഹനങ്ങളാണ് ഇന്ന് സിജോയുടെ ശേഖരത്തിലുള്ളത്. പിന്നെ പഴയ കാർ ഓടിച്ച് പരിചയമില്ലാത്തവരെ സംബന്ധിച്ച് ബ്രേക്കിംഗ് സിസ്റ്റം ഭയങ്കര വ്യത്യാസമായിരിക്കും. അപ്പോൾ അത് ഇപ്പോഴത്തെ കാർ ചവിട്ടുന്ന പോലെ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി ആ സ്പോട്ടിൽ തന്നെ റെസ്പോണ്ട് ചെയ്തോണമെന്നില്ല. പിന്നെ പെട്രോൾ വണ്ടിയിലാണെങ്കിൽ ടെമ്പറേച്ചർ നോക്കി ഓടിക്കാൻ അറിയണം. അതായത് അതിന് ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒക്കെ വരും. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ആണെങ്കിൽ അത്രയും ചൂടാണ്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ 50 കിലോമീറ്ററിൽ ഹീറ്റായിരുന്ന വണ്ടി ചിലപ്പോൾ 20 കിലോമീറ്ററിൽ ഹീറ്റാവും. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരാളായിരിക്കണം. വണ്ടി നിന്ന് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അവൻ കൊടുക്കുന്ന റെസ്പോൺസ് അനുസരിച്ച് അത് കേടാവണത്. ബ്രിട്ടീഷ് നിർമ്മിതിയുടെ ആഠ്യത്വം വിളിച്ചോതുന്ന മോറിസ് മൈനർ, ലണ്ടനിലെ തെരുവുകൾ ഭരിച്ച ഓസ്റ്റിൻ, പ്രൗഢിയുടെ പ്രതീകമായ മെഴ്സിഡീസ് ബെൻസ്, മെഴ്സിഡീസിൻ്റെ W110, പിന്നെ ഹോണ്ടയുടെ ഒരു 1988 മോഡൽ എക്കോഡ്, ട്രയംഫിൻ്റെ ഹെറാൾഡ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. പിന്നെ കോണ്ടസ മോറിസ് മൈനർ,
പിന്നെ മെറ്റഡോർ വാൻ ട്രാക്സ് അങ്ങനെ. പിന്നെ 2 വീലേഴ്സിലും പഴയ മോഡൽ 90 സീരീസിലത്തെ കുറച്ച് വണ്ടികളുണ്ട്. 100 സീരീസിലുള്ള ഒരുപാട് വണ്ടികളുണ്ട്. ഇവയ്ക്ക് പുറമെ ഇന്ത്യൻ നിരത്തുകളെ ദശാബ്ദങ്ങളോളം ഭരിച്ച ലാൻഡ് മാസ്റ്റർ, ആദ്യകാല അംബാസഡർ മോഡലുകൾ, കോണ്ടസ, പ്രീമിയർ പത്മിനി എന്നിവയും ഈ ഗാരേജിന് പഴമയുടെ സുഗന്ധം പകരുന്നു. കാറുകൾ മാത്രമല്ല, പഴയകാല ജീപ്പുകൾ, വാനുകൾ, ബസ്സുകൾ, ബൈക്കുകൾ, സ്കൂട്ടറുകൾ തുടങ്ങി കാളവണ്ടി വരെ സിജോയുടെ ശേഖരത്തിലുണ്ട്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയടക്കം 88 വെഹിക്കിൾസാണ് മൊത്തം ഉള്ളത് പ്രസൻ്റ്ലി. അതിൽ ബസ്, 2 വീലർ, ഓട്ടോറിക്ഷ, പിന്നെ ഈവൻ സൈക്കിൾ റിക്ഷ എന്ന കൗണ്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ വണ്ടികൾ എൻ്റെ കളക്ഷൻ. ആളുകൾ ഈ കാറുകളെ സ്നേഹിക്കുന്നത് അവയുടെ സവിശേഷമായ ഡിസൈനും അതുണ്ടാക്കിയ കാലഘട്ടത്തിൻ്റെ സാങ്കേതിക വിദ്യയും കൊണ്ടാണ്. ഓരോ കാറും ഒരു ചരിത്ര പുസ്തകമാണ്. ഈ കാറുകൾ പരിപാലിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്വവും സന്തോഷവുമാണെന്ന് സിജോ പറയുന്നു. നിലവിൽ സിനിമകൾക്ക് വേണ്ടി പഴയകാലം ചിത്രീകരിക്കാൻ ആളുകൾ സിജോയെ തേടിയെത്തുന്നു. പല സിനിമകളിലും അഭിനയിച്ച താരങ്ങൾ ഇവിടെ വിശ്രമിക്കുന്നു. മിന്നൽ മുരളിയിൽ ഉപയോഗിച്ചിട്ട് വണ്ടിയാണ്. അതിനുശേഷം നമ്മളതൊരു ഓസ്ലർ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പൊങ്കാല എന്ന് പറഞ്ഞൊരു മൂവിക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു തെലുങ്കിന് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് 1979 മോഡൽ ലൈലൻഡാണ് വണ്ടി. പാഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിലിപ്പോൾ 88 വണ്ടി ഉണ്ടെങ്കിൽ അതിൽ 50 വണ്ടിയും ശരിക്കും പറഞ്ഞാൽ സിനിമകളിലേക്കോ അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കാത്ത വണ്ടികളാണ്. ബാക്കിയുള്ള വണ്ടികളാണ് എന്തെങ്കിലും ഒരു എൻക്വയറി വരുന്ന വണ്ടികളുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിച്ചിട്ടുള്ളതാണ്, അല്ലാതെ സിനിമയ്ക്ക് വേണ്ടി എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെയല്ല. ഒരു വിൻറ്റേജ് കാർ സ്വന്തമാക്കുക എന്നത് താരതമ്യേന എളുപ്പമാണ്. എന്നാൽ അതിനെ തനിമയോടെ ജീവനോടെ നിലനിർത്തുക എന്നത് ഭഗീരഥ പ്രയത്നമാണെന്ന് സിജോ പറയുന്നു. ചെന്നൈയിൽ പോയി കാണണം നമ്മൾ. അപ്പോൾ ഇതൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സിറ്റിംഗ് ആണ്. കാണുന്നതിന് തന്നെ നമ്മൾ പ്രൈസിൽ ഫൈനലൈസ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കണം. പിന്നെ രണ്ടാമത് പോയി എടുക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ഒരു ഡീലല്ല. അന്ന് പിന്നെ ഈ OTP അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പേര് പറഞ്ഞാൽ നമുക്ക് ഡീലൊക്കെ ആണെങ്കിൽ ക്യാഷ് കൊടുക്കാൻ വണ്ടി നമ്മുടെ വേലിക്കാക്കാം. ഇപ്പോൾ കുറച്ചും കൂടിയും അങ്ങനത്തെ കുറച്ച് കൺസേൺസ് കൂടി നോക്കണം. പല വാഹനങ്ങളും തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയിലാണ് സിജോയുടെ കൈകളിലെത്തുന്നത്. അവയുടെ എഞ്ചിൻ ഭാഗങ്ങളും ബോഡി പാനലുകളും യഥാർത്ഥ രൂപത്തിൽ വീണ്ടെടുക്കാൻ മാസങ്ങളും വർഷങ്ങളും വേണ്ടിവരും. ഓരോ വണ്ടിക്കും ഓരോ വണ്ടിയുടെ പ്രത്യേകത അനുസരിച്ചൊരു സ്ഥിരം കംപ്ലയിൻസ് ഉണ്ടാവും. അങ്ങനെ പൊതു കംപ്ലയിൻസ് ഉണ്ടാവും ചില വണ്ടികൾക്ക്. ഇനി അതന്നെ ഒന്നൊന്നുമില്ല. ചിലപ്പോൾ പൊതുവായിട്ട് പല വണ്ടികൾക്ക് പാച്ച് വർക്കാണ് വരിക. അപ്പോൾ അത് നമ്മൾ എല്ലാ മഴയത്തിനാണ്ട് നോക്കുക, അങ്ങനെയൊക്കെ ഇല്ലേ. ഇങ്ങനത്തെ വണ്ടി വാങ്ങിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ഷമ എന്തായാലും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് നമ്മൾ ചിലപ്പോൾ 3-4 പ്രാവശ്യം ശരിയാക്കിയിട്ടും കംപ്ലയിൻറ്റ് വരുന്ന കേസുകളുണ്ട് സെയിം ഭാഗത്ത് തന്നെ. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കില്ല പ്രശ്നം ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് ക്ഷമയില്ലാണ്ട് എന്തെങ്കിലും പഴയതെന്ന് പറയുമ്പോൾ തന്നെ അത് ഫസ്റ്റ് കാര്യമാണ്, ക്ഷമ വേണമെന്നുള്ളത്. പിന്നെ ഇത് പണിയുമ്പോഴും അത് വേണം. വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റും ഇറക്കുമതി ചെയ്യുന്ന യന്ത്രഭാഗങ്ങൾക്കൊപ്പം പഴയകാല മെക്കാനിക്കുകളുടെ സഹായത്തോടെ തദ്ദേശീയമായി നിർമ്മിച്ചെടുക്കുന്ന ഭാഗങ്ങളും ചേർത്താണ് സിജോ വാഹനങ്ങൾക്ക് പുനർജന്മം നൽകുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ വാഹനം ഉപയോഗശൂന്യമാകും. ഓൾട്രേഷൻ എന്നുള്ള രീതിയിൽ ഇവർ ചിലത് കട്ട് ചെയ്ത് ആ പീസ് തന്നെ മാറ്റി വയ്ക്കും. പക്ഷെ അത് സക്സസ് അല്ലെങ്കിൽ പിന്നെ പഴയതും പറ്റില്ല, നമുക്ക് പുതിയതും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ശരിയും നമ്മൾ പക്ക രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് വേണം ഓൾട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ. ഐ മീൻ ചില പാർട്സ്. പഴയ സ്പെയർ പാർട്സ് കണ്ടെത്താനും അവയെ യഥാസ്ഥിതിയിൽ നിലനിർത്താനുമൊക്കെയുള്ള ശ്രമം ഒരു കലയാണ്. നമ്മളിപ്പോൾ ഒരു വണ്ടിയുടെ വില കുറവുണ്ടിട്ട് നമ്മൾ ഫാസ്റ്റായിട്ട് അതിന് പേയ്മെൻറ്റ് വേണ്ടി എടുക്കാന്നുള്ളതിനുപരി വണ്ടിയുടെ കണ്ടീഷൻ നോക്കി വാങ്ങിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സെയിം വണ്ടിയിൽ ഇപ്പോൾ കോണ്ടസ് തന്നെ 4 ലക്ഷം ഉണ്ടാവും, 8 ലക്ഷം ഉണ്ടാവും. സെയിം കോണ്ടസ് തന്നെ. അപ്പോൾ ആ 2 വണ്ടികളുടെയും കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും നല്ല വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. മറ്റേ വണ്ടിയുടെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ ആ എടുക്കുന്നത് വർക്ക്ഷോപ്പിലായിരിക്കും. അവിടെ നിന്ന് നമ്മൾ ടോയിൻ ചെയ്തിട്ട് നമ്മളവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ നമുക്ക് ചിലപ്പോൾ 1-2 കൊല്ലമായിട്ട് നമുക്ക് ആ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്യാൻ കൂടി പറ്റില്ല, ചിലപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കൂടി പറ്റില്ല. ചിലപ്പോൾ ഇവിടെയുള്ള ഭൂരിഭാഗം വാഹനങ്ങളും ഇന്നും കൃത്യമായി സ്റ്റാർട്ട് ചെയ്യാനും ദീർഘദൂരം ഓടിക്കാനും സാധിക്കുമെന്നത് സിജോയുടെ കഠിനാധ്വാനത്തിൻ്റെ തെളിവാണ്. സാമ്പത്തികമായിട്ട് ഇപ്പോൾ സിനിമയുടെ കേസിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ കളക്ഷനിലുള്ള വണ്ടി നമ്മൾ സിനിമയിലേക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് അതിൻ്റെ നോർമൽ പേയ്മെൻറ്റ്സ് ഒക്കെ വരാറുണ്ട്. സിനിമയെ സംബന്ധിച്ച് ലാഭവും നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്കതിൽ നിന്ന് വലിയൊരു ഇൻകം സേവ് ചെയ്യാൻ കിട്ടണമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്കിപ്പോൾ 2 പടത്തിൽ പോയി എന്തെങ്കിലും പേയ്മെൻറ്റ് വന്നാൽ ചിലപ്പോൾ അടുത്ത വണ്ടി എന്നെ സംബന്ധിച്ച് ഞാൻ അത് വാങ്ങിക്കായിരിക്കും ഞാൻ ചെയ്യുക. തൃശ്ശൂരിൽ നടക്കുന്ന വിൻറ്റേജ് കാർ പ്രദർശനങ്ങളിലെ പ്രധാന ആകർഷണമാണ് സിജോയുടെ വാഹനങ്ങൾ. മലയാളത്തിലെ സിനിമകളിൽ മാത്രമല്ല മറ്റു പല ഭാഷകളിലെ സിനിമകളിലും സിജോയുടെ വാഹനങ്ങൾ ഇടം നേടിക്കഴിഞ്ഞു. ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്കെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഷയിലും ചെയ്തിട്ടുണ്ട് വണ്ടികൾ പടത്തിലേക്ക്. പിന്നെ ഓൾറെഡി നമ്മുടെ കണക്ഷൻസ് വഴിയാണ് പിന്നെ നമുക്ക് വരുന്നത്. നമ്മളൊരു പടത്തിന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷൻ അടുത്ത പടത്തിലേക്ക് അങ്ങനെ
അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോളേജിലൊക്കെ നമ്മൾ മുമ്പ് ട്രെയിനിങ് കൊടുക്കുന്ന പോലെ ഞങ്ങളുടേതായ ഒരു ട്രെയിനിങ് ഉണ്ട് ഇവിടെ. അതായത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസിനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഡ്രൈവ് പോകും, ഇപ്പം ഞാൻ ഡ്രൈവ് പോകും കൂടെ, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെർട്ട് ആയിട്ടുള്ള പിന്നെ അവർ കൂടെ ഡ്രൈവ് പോയിട്ട് അവരെ കൊണ്ട് സെറ്റ് ചെയ്യിച്ച് 2-3 ടെറൈനിലൊക്കെ എടുത്ത് നോക്കിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഒറ്റയ്ക്ക് വിടുള്ളൂ അവരെ എവിടെയെങ്കിലും വിടുന്നുണ്ടെങ്കിൽ തന്നെ. വാഹനങ്ങൾക്ക് പുറമെ പഴയകാല വസ്തുക്കളുടെ ശേഖരം സിജോയുടെ പക്കലുണ്ട്. പഴയകാല ഫോണുകൾ, റേഡിയോകൾ, ക്യാമറകൾ തുടങ്ങി ഇന്നത്തെ തലമുറ കണ്ടിട്ടില്ലാത്ത പലതരം വസ്തുക്കൾ. വാഹനങ്ങളല്ലാതെ പഴയ മോഡൽ ഫോണുകൾ, പഴയ മോഡൽ ഫോണ്, ഹാർമോണിയം, അതുപോലത്തെ ക്യാമറാസ്, വാക്ക്മാൻ ഉണ്ട്. അങ്ങനെ പഴയ മോഡൽ സാധനങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ച് ഇതിൽ ഇവിടെ വയ്ക്കാമെന്നാൽ ഇവിടെ വയ്ക്കും. അതെല്ലാം ഇത്തിരി സൈസ് ചെയ്യണമെങ്കിൽ അപ്പുറത്തെ കാര്യത്തിൽ വയ്ക്കും. അങ്ങനെ വണ്ടി കളക്ട് ചെയ്യുന്ന ആൾക്കാർ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫാമിലി എന്നുള്ള സപ്പോർട്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ തന്നെ ഒരുപാട് പേര് പറയാറുണ്ട്, ഏതെങ്കിലും വണ്ടി മേടിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അടുത്ത് തുരുമ്പ് പാട്ട കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളൊരു സംഭവം. അത് വലിയൊരു സംഭവമാണ്. അത് വൈഫിന് അതിലൊരു ഇതുവരെ അങ്ങനെ ഒരു അവളുടെ സൈഡിൽ നിന്നൊരു ഒരു സപ്പോർട്ട് കുറവുണ്ടായിട്ടില്ല. ഇന്ന് നിരത്തുകളിൽ സൂപ്പർ കാറുകൾ ഹോൺ മുഴക്കി ചീറിപ്പാഞ്ഞു പോകുമ്പോൾ മന്ദഗതിയിൽ നീങ്ങുന്ന ഈ വിൻറ്റേജ് ക്ലാസിക് സുന്ദരന്മാരെയും സുന്ദരികളെയും കാണാൻ ജനങ്ങൾ കൗതുകത്തോടെ ഒത്തുകൂടാറുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ വന്ന് ഫോട്ടോ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ നോക്കാറുണ്ട്, വീഡിയോ നമ്മൾ റൺ ചെയ്യുമ്പോൾ തന്നെ വീഡിയോ എടുക്കാറുണ്ട് ഒരുപാട് പേര് വണ്ടി പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. പുതിയ തലമുറയ്ക്ക് പുസ്തകങ്ങളിൽ മാത്രം കണ്ടുപരിചയമുള്ള വാഹനചരിത്രം നേരിൽ കാണിച്ചു കൊടുക്കുക എന്ന വലിയൊരു ദൗത്യം കൂടി സിജോ ഇതിലൂടെ നിർവഹിക്കുന്നു. ആവിയിലോടിയ കാലഘട്ടത്തിൽ നിന്ന് ഡിജിറ്റൽ യുഗത്തിലേക്ക് എത്തുമ്പോൾ ഓരോ വിൻറ്റേജ് കാറും സാങ്കേതിക വിദ്യയുടെ വഴിയിൽ നടന്നു വന്ന സുവർണ അധ്യായങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. വണ്ടി ഭ്രാന്തന്മാരോട് എനിക്ക് പറയാനുള്ളത്, വണ്ടിയിൽ നിന്ന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മെയിനായിട്ട് വണ്ടികൾ വൃത്തിയിലും മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ കൊണ്ടുനടക്കുക. ഇപ്പോൾ ഈ വണ്ടികൾ തന്നെ, പഴയ വണ്ടികൾ തന്നെ ഇപ്പോൾ 2 രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. വീലൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ. അത് ഓരോരുത്തരും ഇഷ്ടമാണ്. അതിൽ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനേ പറ്റുള്ളൂ. എനിക്ക് മോഡിഫൈ ചെയ്ത് കിട്ടുന്ന വണ്ടിയാണെങ്കിലും തിരിച്ച് സ്റ്റോക്കിലോട്ടാണ് ഞാൻ ആക്കണേ, ഞാൻ അങ്ങനെ കൊണ്ടു നടക്കണേ. പിന്നെ പുതിയ ജനറേഷൻ പിള്ളേരെന്ന് പറയുമ്പോൾ ഇപ്പോൾ മോഡിഫിക്കേഷൻ ചെയ്ത് വേറൊരു വേറൊരു ടേസ്റ്റാണ് അത് ശരിക്കും പറഞ്ഞാൽ. അത് ഇതായിട്ട് ശരിക്കും ഒരു ബന്ധമില്ല. ആ ടേസ്റ്റിനുള്ളൊരു ആ രീതിയിൽ കൊണ്ടു നടക്കട്ടെ. ഐ മീൻ ആ രീതിയിൽ ഇപ്പോൾ മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ സൗണ്ട് വെച്ച് എക്സോസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ അങ്ങനെ കൊണ്ടുനടക്കുന്നവരുണ്ട്. പലതും കൂടിച്ചേരുമ്പോഴാണ് ഒരു കല ജനിക്കുന്നത്. 2 കലകൾ തമ്മിൽ സമന്വയിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യത്തിന് അതിനൊരു മൗലികതയുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഒരു ഫ്യൂഷൻ ഡാൻസിൻ്റെ വിശേഷങ്ങളാണ് ഇനി സെൻട്രൽ മാഗസിൻ പറയാൻ പോകുന്നത്. കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും കലാരൂപങ്ങൾ ഒന്നായപ്പോൾ കാണികളുടെ മനസ്സിൽ ഒരു പുതുമ ഉണർന്നു. കേരളത്തിലെ യുവനർത്തകിയും കൊറിയോഗ്രാഫറുമായ സാരംഗി ശ്യാമും സംഘവും അവതരിപ്പിച്ച MJ ക്ലാസിക്കൽ ഫ്യൂഷൻ ഡാൻസിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമാണ്. കമ്മ്യൂണിറ്റിയിലെ ഡാൻസേഴ്സ് ആണ് നമ്മളെല്ലാവരും. അപ്പം ഇതിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ പല പല ടീംസിലെ ആൾക്കാരാണ്. നമ്മൾ ഔട്ട് ഓഫ് ആ പാഷൻ്റെ പുറത്തുള്ള ഒരു ഇത് കാരണം നമ്മൾ ഇതേപോലെ ഞാനോ അല്ലെങ്കിൽ വേറെ ആരോ എന്തെങ്കിലും കോൺസെപ്റ്റ്സോ ഐഡിയാസോ ആയിട്ട് വരുമ്പോൾ വി ഓൾ കം ടുഗെദർ, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും, വീഡിയോസ് എടുക്കും, പെർഫോം ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഇത്രയും നാളും ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ ഇതിനകം 9 മില്യൺ കാഴ്ചകൾ പിന്നിട്ടു. ലോകപ്രശസ്ത പോപ്പ് ഐക്കൺ മൈക്കിൾ ജാക്സന്റെ സിഗ്നേച്ചർ സ്റ്റൈലും നമ്മുടെ ശാസ്ത്രീയ നൃത്തഭാവങ്ങളും സമന്വയിപ്പിച്ച കലാപ്രകടനം ഉദ്ദേശിച്ചതിനേക്കാൾ വേഗതയിൽ ആസ്വാദകർ ഏറ്റെടുത്തു. പ്രതീക്ഷിച്ചതൊക്കെ നമ്മളെ അറിയാവുന്നവരിലേക്ക് എത്തുന്നതാണ്. പക്ഷെ ഇത് ഇന്ത്യയിൽ വിട്ട് ഇന്റർനാഷണലി ഒരു റെക്കഗ്നിഷൻ കിട്ടി എന്നുള്ളതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് എല്ലാവരും. ആൻഡ് പല പല MJ എന്നുള്ള ഒരു ഐക്കണിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ അതാണ്. പുള്ളി പല ആൾക്കാർ ഡിഫറെൻറ്റ് കാസ്റ്റ് ആയിക്കോട്ടെ, റിലിജൻ ആയിക്കോട്ടെ, ജെൻഡർ, റേസ് എന്താണെങ്കിലും
എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് മൈക്കിൾ ജാക്സൺ. ക്ലാസിക്കൽ ചുവടുകളിൽ കൃത്യതയും മൈക്കിൾ ജാക്സന്റെ ഊർജ്ജവും ഒത്തുചേർന്ന ഈ അവതരണം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയെടുത്തതാണെങ്കിലും ഇതിനു പിന്നിൽ വർഷങ്ങളുടെ പ്രയത്നവും പരിശീലനവുമുണ്ട്. വർഷങ്ങളായിട്ട് ട്രെയിൻ ചെയ്ത ഡാൻസേഴ്സ് ആണ്. അതായത് ഓൾമോസ്റ്റ് ഒരു 12+ ഇയേഴ്സ് ഓഫ് ട്രെയിനിങ് ഉണ്ട് എല്ലാവർക്കും. ആൻഡ് 2 സ്റ്റൈൽസിലും, അതായത് ക്ലാസിക്കൽ ഡാൻസ് ഫോംസിലും വെസ്റ്റേൺ ഫോംസിലും ഒക്കെ ട്രെയിൻഡ് ആണ്. അതുകൊണ്ടാണ് നമുക്കിത് ഫ്യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു കൊറിയോ പീസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് 2 ദിവസത്തിലാണ്. അപ്പോൾ ഇത്രയും ഇയേഴ്സ് ഓഫ് ട്രെയിനിങ്ങിന്റെ ആ അക്യുമുലേറ്റ് ചെയ്ത സ്കിൽസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ 2 ഡേയ്സിൽ ഈ ഒരു സംഭവം ചെയ്തെടുക്കാൻ പറ്റിയത്. സംഘത്തിലെ എല്ലാ കലാകാരികളും കേരളത്തിലെ പെൺകുട്ടികളാണ്. സാരംഗിയെ കൂടാതെ ലക്ഷ്മി ഷാജി, സമീക്ഷ, ചൈതന്യ, ഗൗതമി അരവിന്ദ്, ദിൽസന സുനിൽ, മൃദുല മേനോൻ എന്നിവരാണ് സംഘത്തിലുള്ളത്. ഇവിടെ വ്യത്യസ്തമായ കലാരൂപങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അത് വെറുമൊരു കൂട്ടിച്ചേർക്കലിനപ്പുറം പുതിയൊരു തലം സൃഷ്ടിക്കുന്നതിലേക്കുള്ള ചുവടുവെപ്പായി. ഞങ്ങൾ എല്ലാവരും നേരത്തെ തൊട്ട് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് സ്ട്രീറ്റ് ഓ ക്ലാസിക്കൽ എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ. വിച്ച് ഇസ് നത്തിങ്, നമ്മൾ സ്ട്രീറ്റ് സ്റ്റൈൽസിന്റെയും ക്ലാസിക്കൽ ഡാൻസ് ഫോംസിന്റെ ഒരു ഫ്യൂഷനാണ്. അതായത് ഹിപ്പ് ഹോപ്പും ഭരതനാട്യം കൂടെ ഫ്യൂഷൻ, അല്ലെങ്കിൽ ലോക്കിംഗ്, മോഹിനിയാട്ടം, അങ്ങനെ നമ്മൾ പല പല സ്റ്റൈൽസ് യൂസ് ചെയ്ത് ഫ്യൂസ് ചെയ്ത് ഉണ്ടാക്കിയൊരു ലൈക്ക് സ്റ്റിൽ ഡെവലപ്പിംഗ് ഒരു സ്റ്റൈലാണ് സ്ട്രീറ്റ് ഓ ക്ലാസിക്കൽ. ഈ വീഡിയോയെ വേറിട്ടതാക്കിയത് നൃത്തം മാത്രമല്ല, കോസ്റ്റ്യൂം ഡിസൈനും കൂടിയാണ്. ഭാരതീയ പൈതൃകങ്ങളെ അപമാനിക്കാതെ പടിഞ്ഞാറിന്റെ തനിമ കൊണ്ടുവരാനുള്ള ശ്രമം. ഡാൻസിലൂടെ അല്ലാതെ ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഓഡിയൻസിനെ ഹുക്ക് ചെയ്ത് ഇരുത്താൻ പറ്റുന്നത് നമ്മൾ ആ വിഷ്വലി നമ്മൾ എങ്ങനെ അതിനെ ഫസ്റ്റ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളൊരു സാധനം. അപ്പൊ കോസ്റ്റ്യൂമിൽ തന്നെ അത് ഫ്യൂഷൻ ആണെന്ന് വളരെ എവിഡന്റ് ആയിരിക്കണം എന്ന് ഞാൻ കുറച്ച് പെർട്ടിക്കുലർ ആയിരുന്നു. അപ്പോൾ നമുക്ക് മൈക്കിൾ ജാക്സന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ വേൾഡ് ഫേമസ് ഒരു കാര്യമാണ്, എല്ലാവരും ഭയങ്കരമായിട്ട് അക്ലെയിം ചെയ്യുന്ന ഒരു ഇതാ. അപ്പം പുള്ളിയുടെ ഒരു ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളും അത്രയും എഫേർട്ട് ഇട്ട് ആലോചിച്ച് ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇവിടെ ഉപയോഗിച്ചത് പൂർണ്ണമായ ഭരതനാട്യം വേഷമല്ല, പൂർണ്ണമായ വെസ്റ്റേൺ വേഷവുമല്ല. 2 ലോകങ്ങളുടെ കലാസംഗമം പോലെ രൂപകൽപ്പന ചെയ്ത ഫ്യൂഷൻ വേഷം പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. വീഡിയോയ്ക്ക് താഴെയുള്ള ഭൂരിഭാഗം കമന്റുകളും ഇതിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷൂസ് എല്ലാം മാറ്റി സോക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത്, ഭരതനാട്യം എന്ന് പറഞ്ഞ ഒരു സ്റ്റൈൽ നമ്മൾ കളിക്കുമ്പം അത് ഷൂസ് ഇടാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി വരുന്നത്. സോ പക്ഷെ MJ എന്ന് പറയുമ്പോൾ അയാളുടെ സ്റ്റാൻഡേർഡ് ഒരു പുള്ളിക്കാരുടെ സ്റ്റാൻഡേർഡ് ആണ് ഷൂസ് എന്ന് പറയുന്നത്. സോ നമ്മൾ അതിനു വേണ്ടി വൈറ്റ് സോക്സ്, അതിന്റെ മേലെ നോ ഷോ സോക്സിന്റെ ബ്ലാക്ക്, ആ ഒരു രീതിയൊക്കെ എടുത്തിട്ടാണ്. മലയാള സിനിമാ രംഗത്ത് നടിയായും ശ്രദ്ധ നേടിയ സാരംഗി ശ്യാം ഇപ്പോൾ നൃത്തത്തിലൂടെ മൈക്കിൾ ജാക്സന്റെ ആത്മാവിനെ ഭാരതീയ സംസ്കാരത്തിലൂടെ യോജിപ്പിക്കുന്നു. ഓരോ ചുവടിലും ശാസ്ത്രീയ നൃത്തത്തിന്റെ കൃത്യതയും MJയുടെ പ്രകടന ശൈലിയുടെ ശക്തിയും ചേർന്ന ഈ ഫ്യൂഷൻ പ്രകടനം പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. നമ്മൾ കൊറിയോ ആദ്യം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കുറച്ച് ഇതായിരുന്നു, കാര്യം അത്രയ്ക്ക് ടഫായിരുന്നു. പക്ഷെ നൈസ് കിഡിലെ സാധനമായിരുന്നു. പക്ഷെ ഭയങ്കര നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴി ആസ്വാദകരെ സൃഷ്ടിക്കുന്ന കേരളത്തിലെ യുവ കലാകാരികൾക്ക് ഈ വീഡിയോ വലിയ പ്രചോദനമായി. പിന്നെ യൂഷ്വലി നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഡാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അത് ശ്രദ്ധിക്കുന്നത് കുറച്ചും കൂടി കോമൺ ആണ്. പക്ഷെ ഇത് ജനറൽ ഓഡിയൻസിലേക്കും വീഡിയോ നല്ലോണം റീച്ച് ആയ മേജർ റീസൺ ചിലപ്പോൾ മൈക്കിൾ ജാക്സന്റെ പാട്ടും ഓറയൊക്കെ കൊണ്ടായിരിക്കും. പരമ്പരാഗതമായ ചട്ടക്കൂടുകൾ ഒന്നിളക്കി പ്രതിഷ്ഠിക്കുന്ന സൗന്ദര്യാത്മക അനുഭവം ഭാവിയിൽ കലയുടെ ഒരു മുഖമായി മാറിയേക്കാം. വരും തലമുറകൾക്ക് പുതിയൊരു ദൃശ്യഭാഷ സമ്മാനിക്കാൻ ഇത്തരം ഫ്യൂഷനുകൾക്ക് കഴിയും. ഈ വീഡിയോന് ശേഷം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ആൻഡ് ഉറപ്പായിട്ടും ഫ്യൂഷൻ പ്രോജക്ട്സ് ഇനിയും ഉണ്ടാവും. ആൻഡ് സിനിമയുമായിട്ട് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ആക്ടിങ് എന്ന് പറയുന്നത് ഡാൻസിന്റെ തന്നെ ഏറ്റവും ഒരു മേജർ ആസ്പെക്ട് തന്നെയാണ്. സോ അത് രണ്ടും കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന, ലൈക്ക് രണ്ടും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പഴയ തലമുറയുടെ ഓർമ്മകളെ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാനും അങ്ങനെ പാരമ്പര്യം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാനും ഇത്തരം ശ്രമങ്ങൾ സഹായിക്കുന്നു. കൂടാതെ കലയുടെ കൈവഴികൾ വഴി ലോകങ്ങൾ ഒത്തുചേരുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.